Alhamdulillah, Alhamdulillahi Rabbil Alameen. Salatu wassalamu ala Rasulil Kareem wa ala alihi wa sahbihi ajma'in. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Assalamu alaikum wa rahmatullahi wa barakatuhu, my beloved sisters. Allahumma la sahla illa ma ja'altahu sahla wa anta tajalul hasana idha shi'ta sahla. ഇന്നത്തെ നമ്മുടെ വിഷയം അല്ലെ, സന്താനങ്ങൾ സ്വാലിഹീങ്ങളാകാൻ അല്ലെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് തന്നെ ദുആ ഏറ്റവും അത്യാവശ്യം ദുആ തന്നെയാണ് അല്ലെ. അതായത് നമ്മൾ സ്ഥിരമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ദുആയിൽ ഇൽഹാഖ്, അതായത് വാശി പിടിക്കൽ വേണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പല കാര്യങ്ങളും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ, ചില കാര്യങ്ങളിൽ വാശി നല്ലതുമല്ല കേട്ടോ. ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ദാലിക്കും ഷറുല്ലക്കും എന്നുള്ള വിഷയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാശി പിടിച്ച് ചോദിക്കുന്നത് നല്ലതല്ല. ഇത് സന്താനങ്ങളുടെ സന്മാർഗം, അതെന്തുകൊണ്ടും 100% നമുക്കും അവർക്കും ലോകത്തിനും ഏറെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ അത് ഇൽഹാഖോട് കൂടി, അതായത് വാശിയോട് കൂടി ചോദിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മാത്രവുമല്ല ദുആകളിൽ, അതായത് ആവർത്തനം വേണം അല്ലെ. ദുആകൾ പതിവായി ആവർത്തിച്ച് ചെല്ലണം. യു ഷുഡ് റിപ്പീറ്റ് യുവർ പ്രേയേഴ്സ് എന്നാ പറയുന്നത്. നിങ്ങളുടെ ദുആകള് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കണം അല്ലെ. 1-2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഇനി നടക്കില്ല എന്ന് വിചാരിച്ച് കാണുന്നവരോടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുകയല്ല വേണ്ടത്. നമ്മൾ തന്നെ റിപ്പീറ്റഡ്ലി വീണ്ടും വാട്ട് യു വാണ്ട് ആഫ്റ്റർ 5 once or twice, ഒരിക്കലോ 2 പ്രാവശ്യമോ നിങ്ങളൊന്ന് ദുആ ചെയ്ത് നിർത്തി വെക്കുകയല്ല വേണ്ടത്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് അള്ളാഹുവിനോട് ചോദിക്കുക തന്നെയാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ. അതായത് ചെറിയ കുട്ടികൾ ആവശ്യം നേടാൻ മാതാപിതാക്കളോട് വാശി പിടിക്കുന്ന പോലെ ഞാൻ നിങ്ങളോട് പലരോടും പറയാറുണ്ട് അല്ലെ. ഉംറയും ഹജ്ജൊക്കെ നിർവഹിക്കാൻ ആഗ്രഹമുള്ള പാവപ്പെട്ടവരോട് അല്ലെ, പൈസ ഉള്ളവര് വേണ്ട ചെയ്യാം എന്ന് വിചാരിച്ച് നീട്ടുന്നതാണ്. ഒരു പവനുണ്ടെങ്കിൽ ഒരു ഉംറ കഴിച്ചാലും രണ്ടാക്ക് ഉംറക്ക് പോവാം അല്ലെ. അത്രയും പവന് വില കൂടിയ സമയത്താണ്. അപ്പൊ നമുക്ക് അങ്ങനെ അവര് വെറുതെ വലിച്ചു നീട്ടുക. പക്ഷെ ഇല്ലാത്തവരവസ്ഥയിലാണെങ്കിൽ അവർക്ക് അള്ളാഹുവിനോട് വാശി പിടിച്ച് തന്നെ ചോദിക്കാം അല്ലെ. പണക്കാരൊക്കെ അല്ലേ അള്ളാഹ് ഇങ്ങനെ ഇടക്കിടക്ക് ദുബായിലും ഖത്തറിലും സിറിയയിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ഉംറ ചെയ്യുന്നതിന് നമുക്കെന്താ ഉംറക്ക് ഒരു ചാൻസ് തരാത്ത? എനിക്കും ചവിട്ടണമല്ലോ പവിത്ര ഭൂമി, എനിക്കും സന്ദർശിക്കണമല്ലോ പ്രവാചകൻ വഫാത്തായ മണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം അല്ലെ. വാശി പിടിച്ച് ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ട് ഒട്ടനവധി പേർക്ക് അങ്ങനെ ഉംറക്ക് ചാൻസസ് കിട്ടിയതായിട്ടും നമ്മൾ അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ച പാഠങ്ങളാണ് അല്ലെ. അപ്പൊ അതുപോലെ നമ്മുടെ മക്കൾ നന്നായി തീരുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് വീണ്ടും ദുആ ചെയ്തേ മതിയാവും അല്ലെ. അതായത് അത് അള്ളാഹുവിന്റെ അത് വീണ്ടും എന്നാ പറയുന്നത്. ആരവനോട് ചോദിക്കുന്നില്ലയോ അവനോട് അള്ളാഹു കോപിച്ചിരിക്കുന്നു. പറയാം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മളെ സ്വന്തത്തിൽ ഏതെങ്കിലും ഒരു കോടീശ്വരൻ ഉണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും അദ്ദേഹത്തെ സമീപിച്ച് ചെയ്യും അല്ലെ. കുറെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടെ എത്തുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറയും, നിങ്ങളെ മറ്റേ പെങ്ങളെ മോളില്ലേ, അവള് വരുന്നുണ്ട്, എന്തോ കോളും കൊണ്ടായിരിക്കും വരുന്നത് അല്ലെ. ഒക്കെ എന്തോ കാര്യം ഉണ്ടാവും. അപ്പൊ അത് പതിവ് പോലെ തന്നെ നമ്മുടെ മോളെ മെഡിസിന് സീറ്റോ അല്ലെങ്കിൽ എൻട്രൻസിന് ഫീസോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ബാത്റൂം പൊളിഞ്ഞതോ എന്തെങ്കിലും കേസായിട്ടായിരിക്കും നമ്മൾ പോവുക അല്ലെ. ഒരു 3-4 കാര്യം പറയുമ്പോഴേക്കും തന്നെ അവർക്ക് ദേഷ്യം പിടിക്കും, അവരുടെ മുഖഭാവം മാറും അല്ലെ, അവരുടെ ഭാര്യമാരുടെ പെരുമാറ്റ ശൈലിയും മാറും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കും പോലെ വേറൊരാളോടും ചോദിക്കാനും പറ്റൂല. അള്ളാഹു തരുന്ന പോലെ അല്ലെ. അള്ളാഹു പിന്നെ സമന്മാരായിട്ട് ദുനിയാവിൽ ആരും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കണം. എല്ലാ കാര്യത്തിലും അല്ലെ, തരുന്ന കാര്യത്തിലാണെങ്കിലും ഭംഗിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ പവറും, ഫുള്ള് പവറും അള്ളാഹുവിന് തന്നെയാണ്. അപ്പം ഇപ്പം ചോദിക്കണം തുടങ്ങിക്കഴിഞ്ഞാല് വിവാഹത്തിന് പിന്നെ സന്താനം ജനിക്കുന്നതിന് മുമ്പെയാണ് ഇവിടെ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് വിവാഹത്തിന് മുൻപേ തന്നെ നമുക്ക് ചോദിച്ചു തുടങ്ങാം അല്ലെ. ആ ഒരു ഇന്റൻഷനിലാണ് ഞാൻ ഇന്ന് നമ്മള് പിന്നെ ടീനേജേഴ്സിന്
യൂത്തിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് ഇറക്കിയിട്ടുള്ളത്. പിന്നെ ആ ബുക്കിൽ ഇതുപോലെ ആ കുട്ടികളൊന്നും തന്നെ നമ്മൾ അപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. പുറത്ത് ജോലിക്ക് പോയാലും പഠിക്കാൻ പോയാലും ഒക്കെ നമ്മളാകെ ടെൻസ്ഡാണ്. നമുക്കാണെങ്കിലും മക്കളെ കുറിച്ചിട്ട് എപ്പോഴും ബോധേഡാണ്. പക്ഷെ അവർക്ക് അതിനാണെങ്കിൽ അവരുടെ ലൈഫിനെ കുറിച്ചിട്ട് യാതൊരു ആൻസൈറ്റിയും കാര്യങ്ങളും ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ കോളേജ് സംബന്ധിച്ചോ പഠനം സംബന്ധിച്ചോ അല്ലാണ്ട് സ്വർഗത്തിനും നരകത്തിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കുന്ന മക്കളുണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയ ആ ബുക്കിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ബുക്കാണ് അത്. സ്പെഷ്യലി ഡിസൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വലിയ മലയാള അക്ഷരങ്ങൾ അവർക്ക് പറ്റൂല, മലയാള മീനിങ് ഉള്ള ദുആസ് അവർക്ക് പറ്റൂല, മലയാളത്തിൽ കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അവർക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ചെറിയ ലെറ്റേഴ്സിൽ അവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ചട്ടകൊക്കെ ഡിസൈൻ ചെയ്യാൻ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. കാരണം അതൊരു സ്പെഷ്യലി ഡിസൈനിങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തിട്ട്. കാരണം അവര് ദുആ ചെയ്യുന്നേ ഇല്ല, അവര് പോകുന്നു വരുന്നു എന്നല്ലാണ്ട് അല്ലെ. അപ്പൊ ആ ബുക്കിലാണെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും നമ്മൾ അവർക്ക് വേണ്ടി 1000 പ്രാവശ്യം ദുആ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാവില്ല ഒരാഗ്രഹം അല്ലെ. അപ്പൊ അതില് അവർക്ക് മക്കളുണ്ട്. അപ്പന ഹബലന മിന സ്വാജിന ബദുരിയാത്തിന ഖുറത അയുനി എന്ന് ഒരു കുട്ടി പറയുമ്പോൾ ആ കുട്ടിയുടെ ആ ദുആ അള്ളാഹുവാണോ മലക്കുകളാണോ ഏത് സമയമാണോ അത് അവിടെ ആകാശലോകത്ത് എത്തിച്ചു കൊടുക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുക എന്ന് നമുക്കറിയില്ല. അപ്പൊ അതോടുകൂടി നമ്മൾ ആ ദുആ ചെയ്യുന്ന മോന്റെ വിഷയം നമുക്ക് അങ്ങ് വിട്ടേക്കാമല്ലേ. കാരണം അവന്റെ ദുആ അള്ളാഹു ഏറ്റെടുത്ത് കഴിഞ്ഞു. അവന് പൂർവ്വപ്രായണിയായിട്ടുള്ള അസുവാജിനെയും കിട്ടും, അതുപോലെ സന്താനങ്ങളെയും ദുരീയത്തിനെയും കിട്ടും അല്ലെ. അത് കിട്ടിക്കഴിഞ്ഞാൽ അവന് ഹാപ്പി ആയല്ലോ. അപ്പൊ അതുപോലെ പല കാര്യങ്ങളെ കുറിച്ച്, ലോകത്തിലെ കാര്യങ്ങളെ കുറിച്ച്, അവന്റെ പഠിപ്പിന്റെ കാര്യങ്ങളെ കുറിച്ചും, ഇബ്ലീസിന്റെ ഷർറുകളെ കുറിച്ചിട്ടും, പിന്നെ ദാമ്പത്യത്തിൽ വിടവുണ്ടാകുന്നതിനെ കുറിച്ചിട്ടും, പിന്നെ സമൂഹത്തിലെ ആളുകളായിട്ട് സ്നേഹത്തോട് നിലനിൽക്കാനും അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുവാനും അങ്ങനെ 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 നൂറുകൂട്ടം കാര്യങ്ങൾ. അത് മാത്രമല്ല അവരുടെ പഠന സംബന്ധമായിട്ട് അവർക്ക് നല്ല ജോലി കിട്ടാനും നല്ല ആംബിയൻസിൽ വർക്ക് ചെയ്യാനും നല്ല ഫ്രണ്ട്സിനായിട്ട് കൂട്ടുകൂടാനും, ഏതെങ്കിലും ഒരു കഞ്ചാവ് അടിക്കുന്ന ഒരു സെറ്റിന്റെ കൂടെ നമ്മളെ കുട്ടി കൂടിയാൽ മതിയല്ലോ അവന് വഷളാവാൻ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരറിയാതെ തന്നെ അവർക്കൊരു ഇൻജക്ട് ചെയ്ത് കൊടുക്കുന്ന പോലെയുള്ള ഒരു ബുക്കാണ് ആ ബുക്ക്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് പല പാരന്റ്സും വാങ്ങിയിട്ട് അവരെ കുട്ടികളെ ഹോസ്റ്റലിൽ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വക്തിൽ കുട്ടി ഒരു ദുആ ചെയ്താൽ നോക്കിച്ചില്ലാണ് ദുആകളുണ്ട്. വീക്കിലി എന്നെങ്കിലും ഒരു പ്രാവശ്യം ദുആ ചെയ്ത് കഴിയുകയാണെങ്കിൽ അള്ളാഹു സ്വീകരിച്ചാൽ, അതുകൊണ്ടാണല്ലോ ഏത് സമയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കാന്ന് അറിയില്ല അല്ലെ. പണ്ടൊക്കെ പിണക്ക് കൂടുമ്പോ ചെറിയ വീടുകളിന്റെ അടുത്ത് അമിത കൂടെ എന്റെ കുട്ടി അങ്ങനെ ആയിപ്പോട്ടെ എങ്ങനെ ആയിപ്പോട്ടെ പഹയനാവട്ടെ ഇങ്ങനൊക്കെ പല തെറിയൊക്കെ വിളിച്ച് പിന്നെ പരസ്പരം ശണ്ട കൂടുന്നത് കാണാം അല്ലെ. ഇപ്പോഴൊന്നും പിന്നെ അറ്റ്ലീസ്റ്റ് ചെറിയ സാമൂഹ്യമായിട്ട് വളരെ ലോ ലെവലിലുള്ള ആൾക്കാർ പോലും അത്യാവശ്യം ഡീസന്റ് എന്നാണ്. കാരണം കടലോര പ്രദേശങ്ങളിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ പോക്കുണ്ട്, വളരെ ഭംഗിയമായിട്ട്. പിന്നെ അവരവരെ ലുങ്കിയും ആ ബുക്ക് ഞാന് നമ്പർ ഇട്ടുതരാം കേട്ടോ. അപ്പൊ നമ്പറും അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അയച്ചുതരാം. അപ്പം നമ്മളൊക്കെ ഇപ്പം കടലോര പ്രദേശങ്ങളിലൊക്കെ പോയിട്ടാ ക്ലാസ് എടുക്കാറ്. കാരണം വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ അവിടെ മുജാഹിദ് പള്ളികളും ഓരോ കുറെ ദാവ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. പക്ഷെ ആ പരിസരത്തൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ അച്ചടക്കത്തോടു കൂടി വളരെ മാന്യമായിട്ട്, പിന്നെ അവരുടെ ഡ്രസ്സിങ് ഒരു ലുങ്കിയോ മാക്സിയോ അങ്ങനത്തെ, അത് പിന്നെ അവര് ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡ്രസ്സിങ് എന്നല്ലാണ്ട് പെരുമാറ്റത്തിലൊക്കെ അവരും ഒരുപാട് മെച്ചുവേർഡായി എന്ന് വേണം പറയാൻ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്യുക, ആവശ്യത്തിലേറെ എപ്പോഴും ആവർത്തിച്ച് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. സക്കരിയ നബി അലൈഹിസ്സലാം വസ്സലാം ദുആ ചെയ്തതായി കണ്ടു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയത്തൻ ത്വയ്യിബത്തൻ അല്ലേ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ അല്ലെ. ദുരിയത്തൻ ത്വയ്യിബ, ത്വയ്യിബായത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം പരിശുദ്ധമായത്. നമ്മൾ ഉളു എടുത്തിട്ടൊക്കെ ചെല്ലുന്ന ദുആയിലും ഉണ്ട് അല്ലെ. ഇന്നക സമീഉ ദുആ, റബ്ബേ നീ ദുആ കേൾക്കുന്നവനാണല്ലോ റബ്ബേ. എന്റെ കുട്ടി ദ്വരീയത്തൻ ത്വയ്യിബത്തനായി തീരണേ. അങ്ങനത്തെ എത്ര എത്ര ദുആകളുണ്ടല്ലേ. പക്ഷെ നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നു. ഇപ്പൊ ഈ കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയ ആ ടീനേജ് യൂത്തിന്റെ ബുക്കിലും ഇത്തരത്തിലുള്ള ദുആകൾ കാണാം. അപ്പൊ അതുകൊണ്ട് അവൻ മാത്രമല്ല നന്നാകുന്നത്, അവന്റെ ഫാമിലിയും അവന്റെ കുട്ടികളും ഏതെങ്കിലും ഒരു ദുആ അല്ലാഹ് സ്വീകരിച്ചാൽ മതിയല്ലോ. മനസ്സിലായില്ലേ. അതന്നെ ഞാന് പല വിഷയങ്ങളും നിങ്ങൾക്ക് എടുത്തു തരുമ്പോ ഒക്കെ എന്റെ മനസ്സിൽ ഒരു കുത്തല്, ഒരു എന്താ പറയണ്ട, ഒരു
ഇപ്പോൾ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ ഞാൻ തഫ്സീർ ക്ലാസ് എടുക്കുന്നില്ലാലോ, തഫ്സീർ ക്ലാസ് എടുക്കുന്നില്ലാലോ. ഇവർക്ക് ഇങ്ങനെ കണ്ട പൊതുവെ പല സബ്ജക്റ്റും എടുക്കുന്നത് കൊണ്ട് തന്നെ തഫ്സീറിലൊക്കെ എനിക്ക് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അറിയാം. ഞാൻ കുറെ കാലമായി കെയിലൊക്കെ മലോന്റെ കൂടെ ഒക്കെ പഠിച്ചതായതുകൊണ്ട് തന്നെ അറിയാം. പക്ഷെ അങ്ങോട്ട് ഞാൻ എത്തുന്നില്ല. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് തഫ്സീർ മുഫസ്സിറുകൾ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു കഴിഞ്ഞു. പക്ഷെ ആ ഒരു എന്റെ മനസ്സിലെ ഫിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടോ ആവോ എനിക്കറിയില്ല. നൂറ് സദരി ഗ്രൂപ്പില് പിന്നെ പറഞ്ഞുതരട്ടാ, നൂറ് സദരി ഗ്രൂപ്പില് പിന്നെ നൂറ് സദരിന്റെ ക്ലാസ് പലർക്കും ഭയങ്കര ലെങ്തി ആയതുകൊണ്ട് തന്നെ അത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് അത് മനസ്സിലാകുന്നില്ല, അവർക്ക് പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞ കുറെ എംപ്ലോയേഴ്സ്, ജോലിയുള്ള ലേഡീസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ടല്ലോ. ആണുങ്ങളും കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതൊന്ന് ഷോർട്ട് ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനൊന്നും പറ്റൂല. പക്ഷെ ആശയുടെ അത്ര തന്നെ വിശദീകരണം ഇല്ലാത്ത രീതിയിൽ ഇതൊന്ന് അവതരിപ്പിക്കണം എന്ന് കുറേ ആയി ഒരു വിളികള് പല ഗ്രൂപ്പ്സിൽ നിന്ന് കേട്ട് തുടങ്ങിയിട്ട്, ഉദ്യോഗമുള്ളവരും ജോലിയുള്ളവരും സമയമില്ലാത്തവര്, കുറെ മക്കളും വയസ്സായ മാതാപിതാക്കളൊക്കെ ഉള്ള അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അത് ഇഷ്യൂ ആണ്. വലിയ ക്ലാസ് ആയ അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ച ഞങ്ങളൊരു ഉദ്ഘാടന സെഷൻ വെക്കുന്നുണ്ട്, ഫഹ്മുൽ ഖുർആൻ എന്ന പേരിൽ. ഇത് ഇത്രയും ലെങ്തി ആയിട്ട് കേൾക്കാൻ സമയമില്ലാത്തവർക്കും അവസരമില്ലാത്തവർക്കും ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചേരുക. അപ്പം ഇത് ഫഹ്മുൽ ഖുർആന്റെ പേരിൽ ഈ തഫ്സീർ തുടങ്ങുമ്പോൾ അത് വൻ ബാധ്യതയാണല്ലോ. ഇത് എങ്ങനെ ഇത് ചെയ്യും? ഞാനാണെങ്കിൽ ഒരുപാട് സ്പീക്കിംഗ് കോഴ്സുകളിലൊക്കെ അതും അഡ്മിനും മെന്ററൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ബിസിയാണ്. ബുക്കൊന്നും എഴുതാൻ ഇപ്പൊ പറ്റുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ എന്താ ചെയ്യാൻ നോക്കുമ്പോ കുറെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിലെ സ്റ്റുഡൻസ് ഒരുപാട് എണ്ണം ഉണ്ട്. അതിലും നല്ല നല്ല ബ്രില്യൻസ് ലേഡീസും ഉണ്ട്, നല്ല കഴിവുള്ളവര്. പക്ഷെ അവരൊക്കെ കഴിവൊക്കെ കെട്ടിപ്പൂട്ടി വെച്ച് എനിക്കറിയില്ല, എനിക്ക് പ്രസംഗിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ വീഡിയോ പ്രസന്റിങ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ നാണവും കുറവും ഒക്കെ പോക്കി ശരിക്കും അങ്ങനെ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട്, ലേഡീസ് ഓൺലി ആണല്ലോ, അതുകൊണ്ട് തന്നെ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടാണ് അവർ ഓരോ ദിവസവും ക്ലാസ്സിൽ പ്രസംഗിക്കുക. അപ്പൊ അവർക്ക് ആദ്യം ഉണ്ടാവും ഒരു ടെൻഷൻ, തെറ്റിപ്പോവോ, തെറ്റിപ്പറിയോ, ആരെങ്കിലും എന്ത് ജഡ്ജ്മെന്റിനെ കുറിച്ചാണല്ലോ എപ്പോഴും നമ്മൾ ചിന്തിക്കുക, ദുനിയാവിലെ അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റി, അത് ചിലപ്പോ 2-3 ലേഡീസിന് ഭയങ്കര നാണുണ്ടെങ്കിൽ അവരെവിടെങ്കിലും അറിഞ്ഞിരിക്കുമ്പോ ഈ 10-15 പെണ്ണുങ്ങൾ വന്ന് അടിച്ചു പൊളിച്ചങ്ങ് ക്ലാസ് എടുത്ത് പോകുമ്പോ വിചാരിക്കും, ഈ മടിയുള്ളവരും വിചാരിക്കും എനിക്കൊന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് അറിയാലോ എന്തൊക്കെയോ. അവരുടെ മനസ്സിലും ഒരുപാട് ആശയങ്ങൾ അങ്ങനെ വന്ന് പഠിച്ചിപ്പോ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. നമ്മളെ ഒരു കഴിവില്ല, അതിലൊക്കെ അള്ളാന്റെ ഒരു സർവശക്തനായ അള്ളാഹുവിന്റെ ഒരു കയ്യൊപ്പ് മാത്രമാണ് അതിലൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഐഷ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കാത്തു നിൽക്കണ്ട, ഷോർട്ട് ടേൺ ചെയ്യണേ നിങ്ങൾ ചെയ്തോളൂ. അപ്പൊ ഇന്നലെ ഞാൻ അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെ ക്ലാസ് എടുക്കണം, എങ്ങനെ ഷോർട്ട് ടേൺ ചെയ്യണം, മെയിൻ പോയിന്റ്സ് ഒന്നും വിടാൻ പാടില്ല, ഹദീസ് വിടാൻ പാടില്ല, സ്വഹാബികളുടെ പേരുകൾ വിടാൻ പാടില്ല, ആ രീതിയിൽ അവർ ഷോർട്ട് ടേൺ ചെയ്തെടുക്കാന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ 2-3 ക്ലാസ് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞാൻ കൊടുത്ത് അതിന്റെ പിന്നാലെ എന്റെ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, അത് ഭയങ്കര സൗഭാഗ്യം തന്നെയാണെന്ന് വേണം പറയാൻ അല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ റബ്ബി ഹബലി മില്ലദുൻക ദുരിയത്തൻ ത്വയ്യിബത്തൻ, അല്ലാഹുവേ നിന്റെ അടുക്കൽ ദുരിയത്തൻ ത്വയ്യിബത്തൻ ഉണ്ടോ, ക്ഷാമല്ലേ, നീ തരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് 100% സിൻസിയർ ആയിട്ട് തന്നെ ദുആ ചെയ്യുക. അല്ലാഹു തരാതിരിക്കില്ല, തരണമെന്ന് കിട്ടണമെന്ന് വാശിയോട് കൂടി ചോദിക്കുക അല്ലെ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ പണ്ടൊരിക്കലും പലപ്പോഴും പറഞ്ഞൊരു കഥയാണ്. ഞാൻ ആലപ്പുഴ ആദ്യമായിട്ട് സ്പീച്ച് ചെയ്യാൻ പോയത് ആലപ്പുഴയാണ്. അവിടാണ് എന്റെ പേരിൽ മുംതാസ് ബഷീർ എന്ന് പറഞ്ഞ നോട്ടീസ് അടിച്ചിട്ട് ക്ലാസ് വെച്ചതും മൈക്ക് കൈ കിട്ടിയത്. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, എനിക്ക് എഴുതിയിട്ടല്ല ശീലമുള്ളൂ. അപ്പൊ കിട്ടിയ ചാൻസിൽ എന്തെങ്കിലുമൊക്കെ പറയാലോ എന്ന് വെച്ചാൽ ഷാക്കിറ ടീച്ചർ ഇങ്ങനെ നിർബന്ധിച്ചു, നിങ്ങൾക്ക് പറ്റും മുംതാസ്, നിങ്ങൾ ചെയ്യാൻ, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറയുന്നതാണ്, അങ്ങനെ പറയിപ്പിച്ചതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ അവിടുത്തെ ലേഡീസിനൊക്കെ ഇൻസ്പയർ ചെയ്തൊരു വിഷയം ഇതാണ്. അവരൊക്കെ കുറെ പാവപ്പെട്ട, എനിക്ക് തോന്നുന്നത് മറ്റേ ആ ഒരു ഏരിയറ്റാണ് ഈ മെയിൻലി ആലപ്പുഴ ഭാഗത്തുള്ള. അപ്പൊ അവരൊക്കെ ക്ലാസ് കേട്ടിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ഉംറക്ക് പോയിട്ടുണ്ടോ? ഇല്ല. പോകാൻ ആഗ്രഹമില്ല, ഉണ്ട്, ചോദിക്കാറുണ്ട്. അതിന് ശരിക്കും തലാട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും വൈ നോട്ട്, നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അള്ളാഹു അക്ബറാണ്, അള്ളാഹു അനിയാണ്, അള്ളാഹു കോടീശ്വരനാണ്, അള്ളാഹു സമതാണ്, അള്ളാഹു അഹദാണ്. എന്നാ പിന്നെ അള്ളാഹ്ക്ക് നമുക്കും തന്നൂടെ ഉംറക്കുള്ള ചാൻസസ്? നിങ്ങൾ ചോദിക്കുന്നു, നീട്ടിപ്പിടിച്ച് ചോദിക്കും എന്ന് പറഞ്ഞ് അത് അന്നേരം അവരിങ്ങനെ നിഷ്കളങ്കമായിട്ട് എന്റെ കണ്ണിലേക്ക് നോക്കി. പിന്നെ അവര് ചോദിച്ചോ ആവോ എനിക്കറിയില്ല,
പിറ്റേത്തെ മാസം ഉണ്ട് വിളിക്കും, നമ്മൾ കുറേ ലേഡീസ് ഒന്നിച്ച് ഉമ്രക്ക് പോകേണ്ട, ടീച്ചർ വരുന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നോക്കിയാട്ടെ, നമ്മളെ ചോദ്യത്തിന് പവർ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കിട്ടാത്തത് അല്ലെ, പലതും നമുക്ക് കിട്ടാത്തത്. സത്യം അതാണെന്ന് മനസ്സിലാക്കാം. പിന്നെ അപ്പൊ നമുക്കറിയാം, പിന്നെ അതായത് മെഹ്റാബിൽ വെച്ചിട്ട് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മ മറിയം ബീവി പിന്നെ പല പിന്നെ ഫുഡും കഴിക്കും, സീസണബിൾ അല്ലാത്ത പഴങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോഴല്ല 2 മാസം മുമ്പൊക്കെ പഴുത്ത മാങ്ങ, പഴുത്ത ചക്കയൊക്കെ കാണുമ്പോൾ നമ്മളേക്ക് ഇതെന്താ ഇപ്പൊ മാങ്ങ പഴുക്കാനൊന്നും ആയിട്ടില്ലാലോ, ഉണ്ണി വിരിഞ്ഞിട്ടില്ലാലോ, ഇത് എവിടുന്നാന്ന് ചോദിക്കില്ല. അപ്പൊ നമുക്ക് സീസണബിൾ ഫ്രൂട്ട്സ് അല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇത് സീസൺ അല്ലാത്ത ഫുഡ് കഴിക്കുമ്പോ സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? അന്നേരം പറയും, പിന്നെ ഇന്ദില്ല, എന്റെ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് കിട്ടി എന്നാ പറയുന്നത്. അപ്പൊ സാധാരണ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ നാട്ടിൽ നിന്ന് ആരും കൊടുത്തത്. ഇപ്പൊ അങ്ങനത്തെ അൺസീസൺ ഫുഡ് കഴിച്ചപ്പോഴാണ് മൂപ്പർക്ക് ബോധ്യമായത്. അപ്പം പിന്നെ സക്കരിയ അലൈഹി സ്വലാം വിചാരിച്ചെന്നാ ഞാനും ഒന്ന് ചോദിക്കട്ടെ, എനിക്കൊരു കുട്ടി വേണം. അങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതും, യഹ്യ എന്ന പേരിൽ ഒരു പുത്രൻ ഉണ്ടാവുന്നതും. ആ പുത്രൻ ഇന്നേ വരെ ആരും ഇടാത്ത പേരാണ് ഞാൻ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കുന്നതൊക്കെ അല്ലെ. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം 10, 60, 80 വയസ്സാകുന്നത് വരെ ഈ സക്കരിയ അലൈഹി സ്വലാം ഇത്രയും മറ്റു ഡീപ്പായിട്ട് സ്ട്രോങ് ആയിട്ട് ചോദിച്ചിട്ടില്ല അല്ലെ. ഇത് മറിയം ബീവിക്ക് പഴങ്ങൾ കിട്ടിയപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് ചോദിക്കാലോ എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലെ. അതുപോലെ നമ്മൾ വാശി പിടിച്ച് നമുക്ക് വേണമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്താൽ എന്തായാലും കിട്ടും. നമുക്കറിയാലോ, പല പല ഓട്ടോറിക്ഷക്കാരും സാധാരണ വർക്ക് ചെയ്യുന്നവരും ഒക്കെ പിന്നെ ഈയിടെ ആയിട്ട് IAS എഴുതുന്നതും ഒക്കെ അല്ലെ, IAS എഴുതിയിട്ട് കളക്ടർ ആവുന്ന, അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പിന്നെ IAS എക്സാമിന് വിഷയമല്ല, അവൻ പഠിച്ചോ പാസ്സായോന്നേ അവർ നോക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുവോ, എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടുന്നുവോ, അത് അതിന്റെ ഫലം എന്തായാലും വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. ആരൊരുവൻ ഒരു അണുമണി തൂക്കം നന്മ പ്രവർത്തിച്ചാൽ അതും കാണും, തിന്മ പ്രവർത്തിച്ചാൽ അതും കാണും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ വിഷയം. നമ്മൾ എന്ത് നന്മക്ക് വേണ്ടി, എന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്ട്, ഇപ്പൊ ഒരു ബിസിനസ്സാണ്, അത് പൊളിഞ്ഞ് ഇതിന് പിന്നെ വീട്ടിൽ കുത്തിരിക്കല്ല. അപ്പൊ അതിനേക്കാൾ വേറെ എന്തെങ്കിലും നല്ലത് ചെയ്ത് അതിൽ രാതുമ്പം പകലും എഫേർട്ട് എടുത്ത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കിയ ചരിത്രങ്ങളും നമുക്ക് എത്രയോ അറിയാം അല്ലെ. അത് പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ഒരുപാട് പൈസ കിട്ടിയിട്ടോ ഒരുപാട് പാരമ്പര്യം ഇല്ലാണ്ടോ ഒക്കെ ചെയ്തിട്ടും കോടീശ്വരന്മാരായിട്ടുള്ള, അപ്പൊ നമുക്ക് യൂസുഫ് അലിയൊക്കെ വലിയ തെളിവാണ് അല്ലെ. അങ്ങനെ എത്ര ചരിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചോദ്യം, ആ ചോദ്യത്തിലും ഉണ്ട് എന്ത്, അള്ളാഹുവിന്റെ ഒരു എന്താ പറയണ്ടേ, അള്ളാഹുവിന്റെ ഒരു തൃപ്തിയും പൊരുത്തമൊക്കെ അല്ലെ. ഇവനിത് അത്യാവശ്യമാണെന്ന് അള്ളാഹുവിനും തോന്നി തുടങ്ങും. പിന്നെ എല്ലാവർക്കും ഉണ്ടാവുന്ന പിഴവ് എന്താ വെച്ചാൽ, നമുക്ക് കുട്ടികൾ വേണം. അത് നമ്മൾ ഏതെങ്കിലും സെന്ററിൽ പോയിട്ടോ എന്തെല്ലാം രീതിയിൽ പൈസ ചെലവഴിച്ചിട്ടോ, ഇനി സാമിന്റെ അടുത്ത് പോയിട്ടോ അല്ലെ മന്ദിരിച്ചിട്ടോ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയിട്ടോ എങ്ങനെങ്കിലൊക്കെ കുട്ടികളുണ്ടാവും. പക്ഷെ മക്കൾ എങ്ങനെയുള്ള മക്കളാവണമെന്ന് നമ്മൾ പലപ്പോഴും ദുആ ചെയ്യാറില്ല അല്ലെ. അങ്ങനത്തെ നല്ല സ്വാലിഹായ മക്കളാവാനും ഹാഫിളായ മക്കളാവാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഈ ദുആകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ചിറക് വിരിച്ച് മലക്കുകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് എത്തിച്ചു കൊടുക്കൂലേ. അപ്പൊ നമുക്ക് ഈ അസുലഭ മുഹൂർത്തത്തിൽ നമ്മുടെ മക്കളൊക്കെ സ്വാലിഹായ മക്കളായി തീരാൻ, ദുരീയത്തിൽ മക്കൾ മാത്രം പോരാ, നമ്മുടെ തലമുറ അവസാനിക്കുന്നത് വരെ ഇനിയിപ്പോ അധിക കാലം ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒട്ടനവധി തെളിവുകളൊക്കെ നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയും അധിക കാലം പിന്നെ ഖിയാമത്ത് നാളിലേക്ക് ഉണ്ടെന്ന് തോന്നുകയില്ല. അപ്പൊ ആ കാലത്ത് നമുക്ക് പിന്നെ നമ്മുടെ മക്കളൊക്കെ നല്ല സ്വാലിഹായ സൽസന്താനങ്ങളായി തീരണേ എന്ന് ഈ ഒരു സദസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചാലില്ലേ, റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ ഖുർറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ അല്ലെ. മുത്തഖീങ്ങൾക്ക് ഇമാമാവെന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. സാധാരണ ആളുകളുടെ ഇടയിലൊക്കെ നമുക്ക് നിൽക്കാം അല്ലെ. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിച്ച ആളുകൾക്ക് ഇമാം അല്ലെ. മുത്തഖീങ്ങൾ നല്ല തഖ്വയുള്ള ആൾക്ക്. അപ്പൊ അവരെക്കാൾ ഒരു പടി മുമ്പിൽ നമ്മുടെ മക്കളായാൽ മാത്രമേ അങ്ങനെ ആവാൻ പറ്റുകയുള്ളൂ. അതായോ ഇല്ല എന്നുള്ളതൊന്നും വിഷയമല്ല. നമുക്ക് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മുടെ മക്കള് സ്വാലിഹ്യങ്ങളാവണം, സൽക്കർമ്മികളാവണം, നാട്ടിന് ഉപകാരമുള്ളതാവണം, അവർക്കുണ്ടാകുന്ന മക്കളും അതുപോലെയാവണം, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന തലമുറയുണ്ടാവണം അല്ലെ. മക്കള്
നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും പൂർവ്വപിതാക്കൾക്കും മാതാക്കൾക്കും നമ്മുടെ തറവാട്ടിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും നമുക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എന്നോണമാണ് ഞാൻ പറഞ്ഞില്ല ബ്ലാക്ക് കളറിലുള്ള യൂത്തിന്റെ ബുക്ക് ഇറക്കിയിട്ടുള്ളത്. അവര് ദുആ ചെയ്യട്ടെ. എന്നാൽ നമുക്ക് നാളെ ഖബറിൽ നിങ്ങൾക്കറിയാലോ ഒരു പിശുക്കനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് ഖബറിൽ കിടക്കുമ്പോൾ അയാളുടെ ദറജകൾ ഇങ്ങനെ ഉയർന്നു പോകും. അപ്പൊ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ലാലോ അള്ളാഹു, ഞാൻ പിശുക്കി കൂട്ടി പൈസ എല്ലാം അവിടെ വെച്ചിട്ട് പോകുന്നതാണല്ലോ, എനിക്ക് എങ്ങനെയാ ഇങ്ങനെ ഇവിടെ ഒരു പണി എടുക്കാണ്ട് ദറജ? അപ്പൊ നിങ്ങളുടെ മക്കൾ ദുആ ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെയും കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ പോകുന്നുണ്ട്. അപ്പം പറയും, നിങ്ങൾ ഇട്ടിട്ട് പോയ സ്വത്തുകൾ കൊണ്ട് മക്കൾ പല സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ മക്കൾ ചെയ്യുന്നതിന്റെ എല്ലാം പിന്നെ ആഫ്റ്റർ ഫീഡ്ബാക്കും ആർക്കാ? പാരന്റ്സിനാ കിട്ടുക. കാരണം അവരുടെ വിയർപ്പ്, അവരുടെ ബുദ്ധിമുട്ട്, അവരുടെ എഫേർട്ട്, അവരുടെ അധ്വാനമാണല്ലോ നമ്മുടെ മക്കള്. അപ്പൊ മക്കൾ എന്തൊന്ന് നന്മ ചെയ്താലും അത് നമ്മുടെ കിതാബിലേക്ക് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന തിന്മക്കും നമ്മൾ അസാറാത്തുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അപ്പൊ നമ്മളൊക്കെ നമ്മുടെ മക്കളെ വളർത്തുന്നത് ഇന്ന് യൂറോപ്പിലേക്ക് പോകുവാനോ അതല്ലെങ്കിൽ ജർമ്മനി പോകുവാനോ അതല്ലെങ്കിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ MBBS ചീപ്പായിട്ട് കിട്ടുമെന്ന് വിചാരിച്ച് അവിടൊക്കെ പോയിട്ട് MBBS എടുത്തിട്ട് ഒരു ഡോക്ടർ ആക്കുവാനോ അങ്ങനെയുള്ള പല ഇന്റൻഷനും വെച്ചിട്ടാണ് നമ്മളൊക്കെ കുട്ടികളെ വളർത്തുന്നത്. സൗദി യൂണിവേഴ്സിറ്റി, മദീന യൂണിവേഴ്സിറ്റി, പിന്നെ ഖത്തർ അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ നൽകുന്ന, അതൊന്നും നമ്മൾ ആരും തന്നെ ചിന്തിക്കാറില്ല അല്ലെ? നമുക്കൊക്കെ എന്ത് തന്നെ പറഞ്ഞാലും, എത്ര തന്നെ ഖുതുബ കേട്ടാലും, എത്ര ക്ലാസ് കേട്ടാലും നമുക്ക് ഭൗതികമായിട്ട് ഒരു 10 അക്ക ശമ്പളവും വലിയ പവറുള്ള ജോലിയും അമേരിക്കയില് പിന്നെ പൗരത്വം ഒക്കെ ലഭിക്കൽ, സിറ്റിസൺഷിപ്പ് ഒക്കെ ലഭിക്കലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇന്റൻഷൻ അല്ലെ? പക്ഷെ അത് മാറിയേ മതിയെ. ജോലി വേണ്ടാന്നല്ല, പക്ഷെ നമ്മുടെ മക്കള് ദീനീപരമായ വിദ്യാഭ്യാസത്തിൽ ഒരു അണുമണി തൂക്കം മുന്നോട്ട് പോകുന്നതിൽ നമ്മൾ ആരും തന്നെ പ്രോത്സാഹനം കാണിക്കുന്നില്ല. വെറുതെ ഇങ്ങനെ ദുആ ചെയ്യും അല്ലെ? വെറുതെ ദുആ ചെയ്തിട്ട് കാര്യമില്ലല്ലേ? ഒരുപാട് ഡ്രസ്സ് അഴിച്ച് മൂലയിൽ കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വാഷ് ചെയ്ത് തരണേ എന്ന് അള്ളഹാനോട് ദുആ ചെയ്ത് അള്ളാഹ് വാഷ് ചെയ്ത് തരുമോ? ഇല്ല. നമ്മൾ എന്താക്കണം? അതെടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടണം, അതിന്റെ ഓപ്ഷൻ നിൽക്കണം, എന്നിട്ട് അത് എടുക്കണം, എന്നിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ചിക്കണം, അത് വേറാക്കണം, കളർ വേറാക്കണം, വെള്ളം വേറാക്കണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് ഇല്ലേ? ഒരു വാഷിംഗ് മെഷീനും ഉണ്ട്, ദുആയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ദുആ ചെയ്ത വാഷിംഗ് മെഷീൻ ആക്കി തരുമോ? ഇല്ല. നമ്മൾ ചെയ്യാനുള്ള പണികളൊക്കെ നമ്മൾ ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനുള്ള ചാൻസസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അല്ലെ? പിന്നെ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവെ എനിക്ക് സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ഒരു മകനെ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ എല്ലാ നബിമാരും തന്നെ അവർക്ക് വേണ്ടിയതായ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ അഫ്ളലു ദുആ എന്ന് പറഞ്ഞ ദുആകളില്, അതായത് എല്ലാ വക്ത നമസ്കാര ശേഷവും ചെയ്യുന്ന ഒരു ദുആ ബുക്ക് ഉണ്ട്, അഫ്ളലു ദുആ. അതിലും ഇതുപോലെ ഒരുപാട് ദുആകളുണ്ട്. പ്രവാചകന്മാരുടെ ദുആകളും ഖുർആനിൽ വന്നിട്ടുള്ള റബ്ബി ചേർത്തിട്ടുള്ള റബ്ബന റബ്ബി എന്നുള്ള ദുആകളൊക്കെ ചെല്ലുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു വെളിച്ചം വീശുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ എന്റെ മക്കളിൽ നന്മ ഉണ്ടാക്കി തരണേ. വസ്ലിഹ്ലി ഫീ ദുരിയത്തി, അതൊക്കെ നമ്മളൊക്കെ എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. വസ്ലിഹ്ലി ദുരിയത്തി അങ്ങനെ കണ്ട ഒരുപാട് പിന്നെ അതിന്റെ മുൻപ് പറഞ്ഞ ദുആ ദൈനും റബ്ബി ഹബിലി മില്ലദുൻക ദുരിയത്തൻ ത്വയ്യിബത്തൻ, ഒരു പരിശുദ്ധമായ സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്നിങ്ങനെയുള്ള ഒരുപാട് ദുആകൾ ഉണ്ട് അല്ലെ? പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ദുആണ് റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയത്തി റബ്ബനാ തഖബ്ബൽ ദുആ അല്ലെ? അതായത് നമ്മുടെ മക്കളെ സന്താനം നിലനിർത്തുക. അത് ഞാനൊക്കെ മാക്സിമം എല്ലാ ഭക്തിലും വരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം നമ്മുടെ മക്കള് നിസ്കാരം നിലനിർത്തി കിട്ടിയ അത് തന്നെ മതി. ഇന്ന് നമ്മുടെ പള്ളിയിൽ ഖുതുബ അതായിരുന്നു, നമസ്കരിക്കുന്നവൻ നരകത്തിൽ പോയാൽ എന്നുള്ള വിഷയം. ശിർക്ക് ചെയ്യാണ്ട് എല്ലാ ഭക്തും നമസ്കരിക്കും, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും. ഒരു പക്ഷെ എന്തൊക്കെയോ ചില തെറ്റുകളുടെ പേരിൽ അവർ നരകത്ത് പോകുന്ന ആ ഒരു സിറ്റുവേഷനെ കുറിച്ചായിരുന്നു ഇന്ന് ഖത്തീബ് നമ്മുടെ പള്ളിയിൽ പറഞ്ഞിരുന്നത്. അപ്പം നമസ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഏറ്റവും അത് ആദ്യം തന്നെ അവല് യുഹാസബു സ്വലാത്തിലെ അതിൽ നമസ്കാരത്തെ കുറിച്ചാണല്ലോ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് അത് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രവുമല്ല
അബ്ബിജാലിനി മൊക്കൈമ സ്വലാത്തോ മിൻ ദുരിയത്തി, എന്റെ രക്ഷിതാവെ എന്നെ നമസ്കാരം സ്ഥിരമാക്കുന്നതായി നിലനിർത്തുന്നവരോടൊപ്പം എന്റെ സന്തതികളെയും നീ അങ്ങനെ ആക്കണം അല്ലെ. നമ്മുടെ മക്കള് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയുള്ള ആ ദുആ കാണാതെ തന്നെ പഠിച്ചിട്ട് അതിങ്ങനെ ബുക്ക് നോക്കിയിട്ടും അല്ലാണ്ട് ഓർമ്മാക്കിയിട്ടൊന്നും അല്ലാണ്ട് സ്ഥിരമായിട്ട് പഠിച്ചിട്ട് എല്ലാ ഭക്ത നിസ്കാര ശേഷവും പിന്നെ ബാങ്കിന്റെയും ഇഖാമത്തി ബൈനൽ അദാനി വൽ ഇഖാമത്തി ദുആഉ ലാ യുറദ്ദു ദുആഉ എന്നാ പറഞ്ഞു. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ദുആകളൊന്നും തട്ടപ്പെടുകയില്ല. ആ സമയത്ത് ഇപ്പൊ നമ്മള് പലപ്പോഴും പിന്നെ ഫർള് നമസ്കാര ശേഷമാണ് ദുആ ചെയ്യുക. ഫർള് നമസ്കാര ശേഷം ദുആ ചെയ്യേണ്ട, ദുആ ഇല്ല എന്നൊന്നുമല്ല. പക്ഷെ ദുആ തട്ടപ്പെടാതെ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ദുആ ബാങ്കിന്റെ ശേഷമാണ് അല്ലെ. അത് നമ്മള് മറ്റേ ബാങ്കിന്റെ ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ദുആ ചെയ്യാം അല്ലെ. ആ സമയത്ത് ദുആ തട്ടപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ കാരുണ്യം കൊണ്ട് നമ്മള് ഈ ദുനിയാവില് പണം, പദവി, മൊബൈല് ഇങ്ങനെ കണ്ട പിന്നെ മക്കൾക്ക് വലിയ വലിയ പവറുള്ള ജോലികൾ, ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി പിന്നെ പെർഫെക്റ്റ് ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതൊക്കെ നമ്മൾ ചോദിക്കുന്നതൊക്കെ നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ. അതേസമയം മക്കളൊക്കെ ഹാഫിളാവണമെന്ന് ദുആ ചെയ്ത പലരുടെയും മക്കള് ഹാഫിളായിട്ടും നല്ല ദീനി പ്രബോധന രംഗത്ത് വെട്ടിത്തിളങ്ങുന്നതായിട്ടും നമുക്ക് കാണാം അല്ലെ. നമ്മൾ ആളുകളുടെ ഇടയിൽ പറയുമ്പോ പറയാ കുട്ടി നന്നാവണം, സ്വഭാവം നന്നാവണം, നിസ്കരിക്കണം എന്നൊക്കെ. പക്ഷെ നമുക്കും നമ്മുടെ ഉള്ളിൽ ഇന്റൻഷൻ കുട്ടി ദുനിയാവിന്റെ വലിയ പവറുള്ള MBBS അങ്ങനെ വലിയ വലിയ പേരുകളുള്ള അവരുടെ പേരിന് വാല് ചേർത്ത് പറയാൻ പറ്റിയ പ്രൊഫഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ ഒരു മെന്റാലിറ്റി മാറ്റി കൊണ്ടുവരണം അല്ലെ. നാളെ പരലോകത്തേക്ക് ഉപകരിക്കപ്പെടുന്ന മക്കളും സന്താന പരമ്പരയും നമ്മിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വാർത്തെടുക്കുവാറാകട്ടെ. നമ്മൾക്കെല്ലാം ആഗ്രഹം അത് തന്നെയാണ് റബ്ബേ. അതിൽ വല്ലതും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ നമ്മുടെ മാനസികാവസ്ഥയെ മാറ്റുകയും നമ്മുടെ ദുആ കബൂൽ ചെയ്യുകയും സാലിഹായ സന്താനങ്ങളെ നീ ഞങ്ങൾക്കെല്ലാം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ റബ്ബേ. പിന്നെ അറിയാം, മാതാപിതാക്കളുടെ ദുആ അല്ലാഹു സ്വീകരിക്കപ്പെടുന്നതാണ്. അപ്പൊ ഒരിക്കലും ഒരു മാതാവോ പിതാവോ സ്വന്തം മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കൽ അല്ല എന്ന് വെച്ചാൽ ഹറാമാണെന്നല്ല, ശാപവാക്കുകൾ പറയില്ലേ, നീ നന്നാവൂല, നീ നന്നാവൂല, നീ അങ്ങനെ ആയിക്കോട്ടെ, നീ ഇങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ തമാശയ്ക്ക് പോലും ഒരിക്കലും ഒരു പിതാവോ മാതാവോ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പൊ നമ്മുടെ ഈ അടുത്ത ഞാൻ ക്ലാസ് കേട്ടപ്പം പിന്നെ ഈ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ കേട്ടപ്പോ അതിൽ പറയുന്നുണ്ട്, നമ്മളെ കുട്ടി അങ്ങനെ അബദ്ധവശാൽ ഒരുത്തന്റെ കൂടെ പോയി എന്ന് തന്നെ വെച്ചാലും ഇനി അങ്ങനെ ആയിക്കോട്ടെ, ഇനി ഇങ്ങനെ ആയിക്കോട്ടെ, ഇനി ആയിക്കോട്ടെ, അങ്ങനെ ഒന്നും നമുക്ക് പറയണ്ട. ഇസ്ലാമിയത്തിലേക്ക് ഇനി മടങ്ങി വരണേ, അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, അവൾക്ക് നല്ല ജീവിതം കൊടുക്കണേ, അവൾക്ക് അള്ളാഹു തൃപ്തിപ്പെടുന്ന മക്കളെ കൊടുക്കണേ, അവളെ ഹസ്ബൻഡിനെയും കൂടെ ഇസ്ലാമിലേക്ക് അങ്ങനെ ദുആ ചെയ്യാവുള്ളൂ. അല്ലാണ്ട് അവള് പോട്ടെ, അവൾ എന്തെങ്കിലും ആയിപ്പോട്ടെ, ഇടങ്ങാറായിപ്പോട്ടെ, അവിടെ വയ്യ ഒന്നും ഇല്ലാണ്ട് ഉഴയുന്ന അവസ്ഥയിൽ നമ്മളെ വീട്ടിലേക്ക് കയറി വരട്ടെ, അങ്ങനത്തെ ശാപവാക്കുകളും അങ്ങനത്തെ ദുആകളൊന്നും ഈവൻ ഒളിച്ചോടി പോകുന്ന കുട്ടികളുടെ മേലിൽ പോലും നിങ്ങൾ ശാപപ്രാർത്ഥന നടത്തരുതെന്നൊരു പണ്ഡിതൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊരു പാഠമാണല്ലേ. നമ്മളായിരിക്കും അങ്ങനെ പോയില്ലേ, ചിലപ്പോ ഏതെങ്കിലും സന്ദർഭത്തിന്റെ പ്രശ്നം കൊണ്ടോ വേറെ എന്തെങ്കിലും അവസരോചിതമായിട്ടുള്ള അവന്റെ ഇടപെടൽ കൊണ്ടോ കുട്ടിക്ക് അങ്ങനെ ഒരു മനസ്സാന്തരം സംഭവിച്ചേക്കാം. നമുക്കറിയാലോ, ഇത് നൂഹ് നബിന്റെ ഭാര്യയും നൂഹ് നബിന്റെ മകനും ഒക്കെ നൂഹ് നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തിട്ടുണ്ടല്ലേ, എന്നിട്ടൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ. അപ്പൊ അതുപോലെ നമുക്കറിയില്ല എന്താണ് അതിന്റെ പുറകിലുള്ള ബിയോണ്ട്, എന്താണ് അതിന്റെ പുറകിലുള്ള ഇന്റൻഷൻ നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകുന്ന മക്കളെ പോലും നമ്മൾ എന്ത് പറയരുത്, ശാപവാക്കുകൾ പറയരുത് ഇല്ലേ. അവർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ, അവര് തിരിച്ചു വരട്ടെ. എന്റെ പരിചയത്തിൽ ഇതുപോലെ ഒരു കുട്ടി ഇറങ്ങിപ്പോയി, ഒരു നോൺ മുസ്ലിമിന്റെ കൂടെ ആയിരുന്നു പോയത്. അവള് ഭയങ്കര നോൺ മുസ്ലിം ലൈഫിൽ സ്റ്റൈലിൽ ജീവിച്ച് ഭയങ്കര ഡാൻസറൊക്കെ ആയി നല്ല ഖുർആൻ പഠിക്കുന്ന കുട്ടിയാണ്. അവസാനം എന്തോ കുട്ടീന്റെ ഉമ്മ എപ്പോഴും കരഞ്ഞ ദുആ ചെയ്യുമായിരുന്നു കുട്ടീന്റെ അമ്മ. ആ ദുആയുടെ ഫലമാണോ എന്തോ അറിയില്ല, അവന് വേറെ ഏതോ ഒരു അഫയർ വന്ന് പെട്ടു. അവളെയും മക്കളെയും ഇവർക്ക് തിരിച്ചു കൊടുത്തു. കുട്ടികൾ ഇസ്ലാം ആകുന്നതിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ട്. അത് ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയായോന്ന് അറിയില്ല. അവരെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവന്റെ സൈനൊക്കെ വേണമല്ലോ. അങ്ങനെ പിന്നെ തിരിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഞാൻ വിചാരിക്കും ദുആക്ക് ഫലമില്ലാന്ന് വെറുതെ
പറയാം. ആ സ്ത്രീ കണ്ണീര് വാർത്തിയിട്ട് ദുആ ചെയ്ത് എവിടെയും പോയിട്ടില്ല. മോള് പോരെ ഭയങ്കര സുന്ദരിയായ ഒരു മോളായിരുന്നു. അവള് തിരിച്ചു വന്നത്ര. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. നമ്മള് ദുആ സ്വീകരിക്കാന്ന് വെച്ചാല് വ്യഭിചരിച്ചവനോ ഉമ്മയെ വ്യഭിചരിച്ചവന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കൊടുക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒളിച്ചോടി പോയ കുട്ടി അത് പ്രായത്തിന്റെ ചാഞ്ചല്യം കൊണ്ടായിരിക്കുമല്ലോ. അപ്പം ഈ ഉമ്മയുടെ ദുആ കൊണ്ടായിരിക്കാം അത് തിരിച്ചു വന്നത്. അതുപോലെ തന്നെ കുറച്ച് ആൺകുട്ടികൾ നല്ല ദീനീബോധമുള്ള പിതാക്കളാണ്. ആ ഒരു പിതാക്കളുടെ ഒരു സ്റ്റൈലും അല്ല കുട്ടികളൊന്നും നടത്തുക. എത്ര പറഞ്ഞാലും കുട്ടികൾ ശരിയാകുകയില്ല. പക്ഷെ ആ പിതാക്കന്മാരുടെ പ്രാർത്ഥനയാണോ എന്തോ അറിയില്ല, അവർക്ക് എന്ത് തന്നെ ആയിട്ടും ഒരു തരത്തിലുള്ള ഒരു രക്ഷയും കിട്ടാത്ത പോലെ. അപ്പൊ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് എപ്പോഴും പറയാന്ന് കഥ തന്നെ ആയത്ത് വരെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ആ സ്ഥിതിക്ക് ആ തൃപ്തി കിട്ടാതെ അവരുടെ എന്തെങ്കിലും വിഷമം സമ്പാദിച്ചിട്ടാണോ ഈ കുട്ടികളെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അനുഭവത്തിലുള്ള ഒരു 3-4 ആൺകുട്ടികൾ ഇതേ രീതിയിൽ പിതാക്കളുടെ എന്താ പറയുന്നത് തൃപ്തിയില്ലാതെ ജീവിച്ച് പിതാക്കൾ മരിച്ചും പോയി. അവർക്ക് ഒരു തരത്തിൽ ഒരു 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 രക്ഷ കിട്ടാത്തൊരു അവസ്ഥയിലേക്കാണ് അവരുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു മാതാപിതാക്കളുടെ തൃപ്തിയിൽ അൽ ജന്നത്തു തഹ്തൽ വാലിദിഹ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. അത്തരത്തിൽ സ്വർഗം വാങ്ങുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേന്ന് അറിയാം. നമുക്കൊന്ന് കാര്യം സത്യസന്ധമായിട്ട് മനസ്സിലാക്കാനുള്ള വെച്ചാൽ പ്രായമായി കഴിഞ്ഞാൽ മാതാപിതാക്കൾ ആകെ കോലം മാറും. അവരെ പണ്ട് ശരിക്കുള്ള ബുദ്ധിയോ ശരിക്കുള്ള പ്രവർത്തനങ്ങളോ ഒന്നും അവർക്കുണ്ടാകില്ല അല്ലെ. അവരിങ്ങനെ ജീവിക്കുന്നു. പണ്ട് അവരുടെ സൗകര്യങ്ങൾ മാത്രമായിരിക്കും അവർക്ക് വാല്യൂ ചെയ്യുക. അവള് മക്കളാണ്, അവര് ബുദ്ധിമുട്ടും എന്നുള്ളതൊന്നും അവർക്ക് ഉണ്ടാവില്ല. എന്തൊക്കെയോ പറയുന്ന ഒന്നും ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അപ്പോഴൊക്കെ നമ്മള് അവിടെ എന്താ സംയമനം പാലിച്ച് ഇത് വയസ്സായതാണല്ലോ, ഞാനും ഇതുപോലെ എനിക്കൊരു ചെറുപ്പം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, അന്ന് എന്റെ മാതാപിതാക്കളെ എനിക്ക് പറ്റുന്ന തെറ്റുകളൊക്കെ മറച്ചു പിടിച്ച് എന്നെ നന്നാക്കാൻ ശ്രമിച്ചവരാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ വാർദ്ധക്യം നമുക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് പിന്നെ കണക്കാക്കണം എന്നൊക്കെ വിചാരിച്ച് അവരോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. അത് ചിലപ്പം നമ്മൾ ഈ ഒരുപാട് ക്ലാസ് കേട്ടിരിക്കുന്ന നമ്മളെക്കാളും ഈ വിഷയത്തിൽ എത്രയോ ബെറ്ററാണ് നോൺ മുസ്ലിം ആൺകുട്ടികൾ. ചിലപ്പോ നമ്മുടെ വീടിന്റെ അടുത്ത ഒരു ഉമ്മക്ക് 3 ആൺകുട്ടികൾ, അവർ നോൺ മുസ്ലിം ആയിരുന്നു. പക്ഷെ എന്തൊരു വൃത്തിയായിട്ടായി ആൺകുട്ടികളായി അമ്മനെ നോക്കിയതോ. ഹൈ ഷുഗർ ആയിട്ട് ബെഡൊക്കെ എടുക്കും, വലിപ്പം മൂത്രമൊഴിക്കാനോ അപ്പിടാനൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഫോൺ ചെയ്ത് അപ്പം വരുത്തി വൈഫൊക്കെ ജോലിക്ക് പോയതായിരിക്കും. അവര് വന്ന് ക്ലീൻ ചെയ്ത് പോകുമ്പോ എന്തെങ്കിലും ഒരു മറിച്ചൊരു വാക്കോ മുഖത്തിനൊരു ചുളിവോ ഒന്നുമില്ല. ഞാനൊക്കെയാണ് എത്ര അത് ഖുർആൻ ക്ലാസ് കേട്ടാലും നമ്മളാണുങ്ങളൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. നമ്മള് പെണ്ണുങ്ങൾ അവരുടെ ആണുങ്ങളൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. കേൾക്കാത്ത ഇവരാണല്ലോ ഈ കാര്യത്തിലൊക്കെ ഇത്രയും ബെറ്ററെന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളിന് വല്ല കുരുത്തക്കേടും കളിച്ചാലും കുരുത്തക്കേട് ഒപ്പിച്ചാലും അവരെന്തെങ്കിലും രീതിയിൽ നമുക്ക് പറ്റാത്ത നമ്മുടെ ആളുകളുടെ ഇടയിൽ വഷളാക്കുന്ന രീതിയിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്ന് വരാതിരിക്കട്ടെ. ഇനി വന്നു പോയാൽ പോലും ഒരിക്കലും അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തരുത്. എസ്പെഷ്യലി പിതാവിന്റെ പ്രാർത്ഥന ഉമ്മയുടെ പ്രാർത്ഥനയേക്കാൾ വേഗത്തിൽ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് ബുദ്ധി കൊടുക്കണേന്ന് പ്രാർത്ഥിക്കല്ലാണ്ട് ഒരിക്കലും അവർക്ക് നാശം ഉണ്ടാവട്ടെ, ഇവൻ പഠിക്കട്ടെ, ഇവൻ ഇത് അനുഭവിക്കട്ടെ എന്നൊന്നും പറയരുത്. അതല്ല. പിന്നെ ഈ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്നി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് ദുആ ചെയ്യുമ്പോൾ ഞാനും എന്റെ മക്കളും ഇതുപോലെ ആവണേന്ന് ആ ദുആയിലൊന്ന് മനസ്സിൽ കരുതി പ്രാർത്ഥിക്കണം. വെറുതെ അങ്ങനെ പ്രാർത്ഥിച്ചു പോയാൽ പോരാ അല്ലെ. മുത്തഖീങ്ങൾക്ക് ഇമാമാകണമേ എന്ന് നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിങ്സ് വരുത്തിയും കൊണ്ട് വല്ലാണ്ട് കുറവേ അറബി വാക്കുകൾ നമുക്ക് അറിയുന്ന ദുആകളൊക്കെ നമ്മളിങ്ങനെ ഓടുന്നുണ്ട്. അതിന്റെ അർത്ഥവും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇമാമാകുക എന്ന് വെച്ചാല് ഭയങ്കര പ്രശ്നമുള്ള കാര്യമല്ലേ. ഭയങ്കര ഒരു എന്താ പറയണ്ടേ. കാരണം മുത്തക്കിങ്ങൾ എന്ന് പറയുന്ന അവർ തന്നെ ഓൾറെഡി കുറെ ഖുർആൻ പഠിച്ചിട്ടുണ്ടാവും, കുറെ വിവരം ഉണ്ടാവും. പക്ഷെ അവരുടെ മുമ്പിൽ ഈ കുട്ടി നിൽക്കണമെങ്കിൽ അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ കുട്ടിക്ക് വേണം അല്ലെ. ചിലപ്പോ ഹാഫിള് ആകണം, അല്ലെങ്കിൽ അതിന് മാത്രം നല്ലൊരു തന്റേടും പവറൊക്കെ ഉള്ള കുട്ടിയായിരിക്കണം. ഇപ്പൊ എന്റെ അനിയത്തിന്റെ മോളുണ്ട്, ഇപ്പൊ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ.
അപ്പം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ഇമാമ നിസ്കരിക്കുമ്പോൾ ഞാൻ അവളെ മുമ്പിൽ ഇവിടെ ഓതാൻ കൂട്ടും. ഞാൻ പറയേ നമ്മൾ പഠിച്ച സ്കില്ല് എന്തായാലും അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയും വേണം. അത് ആളുകളുടെ മുമ്പിൽ ഖുർആനൊക്കെ പ്രത്യേകിച്ച് അല്ലെ നമ്മള് എണീറ്റ് നിന്ന് ഈ പിന്നെ ഇമാമായിട്ട് ഓതുമ്പോ അതിന്റെ ഒരു പ്രത്യേകത വേറെ ആണല്ലോ എന്നും പറഞ്ഞ് കുട്ടീനെ നിർത്തി നന്നായിട്ട് ഓതി. പക്ഷെ ആ ഒരു എൻട്രൻസ് ആ ഒരു സ്റ്റാർട്ടിങ് ആണ് അവർക്ക് കിട്ടാത്തപ്പോ സ്റ്റാർട്ടിങ് കൊടുത്തപ്പോ കുട്ടി നന്നായിട്ട് ഇമാമായി എനിക്ക് ഭയങ്കര ഭാഗ്യമില്ല. നമ്മളൊക്കെ വലിയ പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ മുമ്പിൽ നിന്ന് ഈ ഇമാമായി നിൽക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് നിർത്തിയപ്പോ കുട്ടി നന്നായിട്ട് ഓതി നിന്ന് നിസ്കരിച്ചു. പക്ഷെ അതിനൊക്കെയുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കണം അല്ലെ? വെറുതെ ഈ ഹാഫിലായിട്ടുണ്ട് ഹിഫ്ള് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മടിയാ, ഞാൻ മിണ്ടൂല, എനിക്ക് ഖുർആൻ ഓതാൻ മടിയാ, അങ്ങനെയൊന്നും പറയരുത്. അത് സ്കൂളിൽ മാത്രം ഓതാനുള്ളതാണോ ഖുർആൻ? അതല്ല, നമുക്ക് വീട്ടിലും പിന്നെ ഇമാമാവുകയും മുത്തക്കിങ്ങൾക്ക് ഇമാമാവുകയും നമസ്കരിക്കാൻ പിന്നെ മുന്നിൽ നിൽക്കുകയൊക്കെ വേണം. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഇമാമാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കാര്യമാണല്ലോ. അങ്ങനെ നമ്മൾ തഖ്വയോടുകൂടി ജീവിക്കുകയും പിന്നെ നമ്മൾ കുട്ടികളോടൊക്കെ പലതും പറയും, സത്യം മാത്രമേ പറയൂ, കളവ് പറയരുത്, അങ്ങനെയൊക്കെ പറയുന്നിട്ട് ആണുങ്ങള് ഭർത്താവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാക്കി ഈശോന്നും പൈസ എടുക്കും. അപ്പൊ അത് കുട്ടി കാണും. അപ്പൊ കുട്ടി വിചാരിക്കും അങ്ങനെ പൈസ കട്ടാലും നല്ല കക്കുന്ന പിന്നെ എനിക്കും കക്കാലോ അല്ലെ എന്ന തോന്നല് വരും. അതുപോലെ പുറത്താരെങ്കിലും വന്നാല് ഫോൺ കോള് വന്നാല് പൈസ കടം കൊടുക്കാനുള്ളത് ഇപ്പൊ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞല്ലോ വിഷു തോൽപ്പിച്ചാള് അങ്ങനെയൊക്കെ പറയട്ടെ. അപ്പൊ കുട്ടി വിചാരിക്കും ഇപ്പൊ ഉണ്ടായിട്ട് ഇപ്പൊ ഇല്ലാന്ന് പറയണമെങ്കിൽ ആ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ പറയാം അല്ലെ? അപ്പൊ കളവ് പറയരുത് എന്ന് പറയണമെങ്കിൽ ആ കളവ് പറയാത്ത ക്വാളിറ്റി നമ്മളിൽ നമ്മൾ കുട്ടികൾക്ക് കാട്ടിക്കൊടുക്കണം അല്ലെ? നമ്മളൊറ്റ കളവും പറയരുത്. ഏത് പ്രതിസന്ധി ക്രൈസിസിലാണെങ്കിലും ഞാൻ കളവ് പറയില്ല എന്നൊരു വാശി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കളവ് പറയാതെ നിൽക്കാൻ പറ്റൂലേ? ഞാൻ എത്രയോ കൊല്ലങ്ങളായിട്ട് ഒരു സലീം ഉസ്താദ് നാട്ടുകൂടെ ഒരാളുണ്ടായിരുന്നു, മൗലവിണ്ടായിരുന്നു. അദ്ദേഹം ഈ സത്യസന്ധതയുടെ ക്ലാസ് എടുത്തത് മുതൽ ഞാൻ പറയാറേ ഇല്ല. പക്ഷെ ഞാൻ ഒരു കൊല്ലം പോലും അത് ഫിനിഷ് ചെയ്യുമെന്ന് വിചാരിക്കാത്തതാണ്. 10-20-25 കൊല്ലത്തിന്റെ അടുത്തായി. എന്നാൽ പല ഒക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, സമയം പറയേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയൂല. ചിലപ്പോ എന്തെങ്കിലും രീതിയിൽ ഒഴിഞ്ഞു മാറും, ചിലപ്പോ ഞാൻ പറയൂല എന്ന് തന്നെ അവരോട് തറപ്പിച്ച് ചോദിക്കുന്നവരോട് തന്നെ തറപ്പിച്ച് പറയും. ചില കാര്യങ്ങളൊന്നും എല്ലാം ഒന്നും പുറത്തൊന്നും പറയാൻ പറ്റൂല. എന്തേ അവരെ പേടിക്കണോ? അല്ലാതെ പേടിച്ചാ പോലെ. അപ്പൊ നമ്മൾ തന്നെ മോശമായിട്ട് ജീവിച്ചിട്ട് നമ്മളെ മക്കൾ നന്നാവില്ല എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. നമ്മൾ മാതൃക കാട്ടി കൊടുക്കണം അല്ലെ? നമ്മൾ നിസ്കരിക്കുന്നതിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഉളു ചെയ്തിരിക്കുന്നത് കാണണം കുട്ടികള്. ബാങ്ക് കേട്ട ഉടനെ നമ്മൾ നാമത്തായിട്ട് നമസ്കരിക്കുന്നത് കാണണം. എല്ലാ നോമ്പും ഫർളായ നോമ്പ് പിന്നെ എല്ലാരും പിടിക്കും, സുന്നത്ത് നോമ്പുകൾ പിടിക്കുന്നത് കാട്ടിക്കൊടുക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്ന അതല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാത്തൊരു മോളോട് ചെയ്തോട് എന്ന് പറയുമ്പോ കുട്ടിക്കാർ ഇത് എന്താണത്, എനിക്ക് മാത്രം അമ്മക്ക് ഇതൊന്നും ഇല്ലേ എന്ന് തോന്നിപ്പോകും അല്ലെ? പല പുതിയ ന്യൂജൻ ഉമ്മമാരും കുട്ടികളെ ഹിഫ്ള് പഠിക്കട്ടെ നന്നാവട്ടെ എന്നും പറഞ്ഞ് ഹിഫ്ള് സെന്ററിലൊക്കെ കൊണ്ടുപോയി ചേർത്തും. അവിടുന്ന് അവര് കൊടുക്കുന്ന ക്ലാസ് അനുസരിച്ച് കുട്ടിക്ക് നല്ല മഫ്തെ ലോങ് മഫ്തെ പിന്നെ നല്ല സ്ലിപ്ലെസ് ചുരിദാറൊക്കെ അടിച്ചു അങ്ങനെ നീറ്റിലൊക്കെ നടക്കും. പക്ഷെ ഉമ്മ പണ്ടത്തെ പോലെ തന്നെ നടക്കും. അപ്പൊ കുട്ടി എല്ലാം കൂടി ഐഡന്റിറ്റി ക്രൈസിസ് ആവാം. എന്ത് ചെയ്യണം? ഇപ്പൊ വലിയ ഉമ്മല്ല ഇങ്ങനെ നടക്കുന്നത്, ഷോൾ ഇട്ടില്ല, മക്ക ഇട്ടില്ല എന്ന രീതിയിൽ പിന്നെ എന്നോടൊന്ന് അങ്ങനെ പറയുന്ന ടീച്ചർ എന്നുള്ള ഒരു ക്രൈസിസ് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ മക്കൾക്ക് മാതൃകയാകണം അല്ലെ? ഇപ്പൊ ചുരിദാർ ഇടുകയാണെങ്കിൽ തന്നെ പിന്നെ നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്ന ചുരിദാറിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? കൈ ഒന്ന് പൊക്കും ആകെ 3/4 ആയിരിക്കും ഉണ്ടാവുക. അതും കൈ ഒന്ന് പൊക്കുമ്പത്തിന് അത് ഹാഫ് സ്ലീവ് ആവും അല്ലെ? പിന്നെ കാലാണെങ്കിൽ ഞങ്ങൾ ഒരു 10 കൊല്ലം മുമ്പ് ഉപയോഗിച്ച ചുരിദാറിന്റെ ബോട്ടംസ് എത്ര ഇട്ടാലും അത് ഇറങ്ങി തന്നെ നിൽക്കുമായിരുന്നു. അതേസമയം ഇപ്പം ഡിസൈൻ ചെയ്ത് ഇറങ്ങുന്ന ചുരിദാർ ബോട്ടംസ് പാന്റ് മോഡലാ. നമ്മള് നിൽക്കുമ്പോ ഒക്കെ വെച്ച് നോക്കുമ്പോഴൊക്കെ അത് മടമ്പ് വരെ ഉണ്ടാവും. പക്ഷെ കാലൊന്ന് നീട്ടുമ്പത്തിന് അത് പിന്നെ മുട്ടുകാലിന്റെ അടുത്തേക്ക് വരും. അത്രയ്ക്ക് കയറി പോകുന്നില്ലേ? നമ്മളിനിയിപ്പോ ഷോപ്പിൽ പോകുമ്പോഴും ബസ് കയറുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം അല്ലെ? അപ്പൊ അങ്ങനെ ഏത് രീതിയിലെല്ലാം ഈ ഇസ്ലാമികത നശിപ്പിച്ച് അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത രീതിയിൽ വസ്ത്രധാരണം ചെയ്യിപ്പിക്കാമോ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഫാഷൻ ഡിസൈനേഴ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ? അതിന്റെ പുറകെ പോകാൻ നമ്മളെ പോലത്തെ ഉള്ള കുറെ ആളുകളും അല്ലെ? എനിക്ക് ആ ചുരിദാറിന്റെ പാന്റ് കാണുമ്പോഴേ ദേഷ്യ. അത് ശരിക്കും ചുരിദാറിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പർദ്ദന്റെ അടിയിൽ ഇട്ട പിന്നെ വലിയ പ്രശ്നമില്ല. പർദ്ദ അതിനേക്കാൾ ഇറങ്ങി നിൽക്കുകയല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അത് വലിയൊരു പോയിന്റാ. എല്ലാരും ഇപ്പൊ യൂസ് ചെയ്യുന്ന ഈ ചുരിദാറിന്റെ പാന്റ് എന്ന് പറയുന്നത് ആണുങ്ങളെ പാന്റ്. ആണുങ്ങൾക്ക് പാന്റ് പൊന്തിയാലും പ്രശ്നമില്ലാലോ.
പെണ്ണുങ്ങളെ മടമ്പും കാലും ഒക്കെ ഔറത്തല്ലേ. അപ്പൊ ആ രീതിയിൽ എങ്ങനെ നമ്മളെ ഇസ്ലാമികത നശിപ്പിക്കാൻ, നമ്മളുടെ ഔറത്ത് പുറത്ത് കാട്ടിയിട്ട് സ്ത്രീകളെ പിന്നെ ഇസ്ലാമികതയിൽ നിന്ന് അകറ്റിക്കൊണ്ടുവരുവാൻ എന്ന രീതിയിലാണ് ഇപ്പൊ ഫാഷൻ ഡിസൈനേഴ്സ് ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന. ജൂതന്മാരെ സൃഷ്ടികളാണോ അള്ളാഹു ആലം അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോ പാൻറ്റൊക്കെ അടുപ്പിക്കുന്ന മറ്റേ പണ്ട് അടുപ്പിക്കുന്ന ചുരിദാർ ബോട്ടം തന്നെ അടുപ്പിക്കാൻ ശ്രമിക്കുക. നല്ല ലൂസർ പാൻറ് ആക്കിയിട്ട്, ലൂസുള്ള പാൻറ് ഒന്നും കയറി പോവില്ല അല്ലെ. അതുപോലെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവിനോട് അവരോട് പറയണം, പാന്റിന്റെ തുണി എന്തെങ്കിലും എടുത്തിട്ട് സ്ലീവ് ഫുള്ളാക്കി തന്നെ അടിച്ചു തന്നെ. സ്ലീവ് ഫുള്ളാക്കിയാൽ എന്താ പോലീസ് പിടിക്കുവോ? സ്ലീവ് ഫുള്ളാക്കുന്നില്ലേ പാരും. അതാണ് ഫാഷൻ. ഇങ്ങനെ കിട്ടുന്നുള്ളൂ, ഇങ്ങനെ കിട്ടുന്നുള്ളൂ എന്ന് വെച്ചാൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഔറത്തല്ലേ, അത് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടൂലേ? അള്ളാഹ്ക്ക് ഒരു അണുമണി തൂക്കം എന്തെങ്കിൽ അള്ളാഹ് പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നാ പറയുന്നത് അല്ലേ. ഇത്തഖുല്ലാഹ് എന്ന് പറയുന്നത് എന്താ സാധനം? അള്ളാഹിനെ സൂക്ഷിക്കൽ തന്നെ. അള്ളാഹിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ എല്ലാ രീതിയിലും അല്ലേ. അപ്പൊ നമ്മള് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ പറയണം കൃത്യമായിട്ട്, എനിക്ക് ഫുൾ സ്ലീവ് തന്നെ വേണം. ഞാൻ കൊണ്ടുപോയി കൊടുക്കും പറയും ഫുൾ സ്ലീവ് തന്നെ വേണം. എന്തെങ്കിലും തുണി എടുത്തിട്ട് സ്ലീവ് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. സ്ലിറ്റ് ഒഴിവാക്കണം. പണ്ടത്തെ 1-2 സ്ലിറ്റ് ഉള്ളതുണ്ടെന്നല്ലാണ്ട് ഇപ്പൊ തുന്നൊക്കെ സ്ലിറ്റ്ലെസ് തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അവര് പറയും വീതിയില്ല നീളമില്ല. പറയും വീതി നീളമൊക്കെ എന്തെങ്കിലും കാട്ട ബോട്ടത്തൊന്നും തുണി എടുക്കാം, എന്നാൽ ഇപ്പൊ അറിഞ്ഞ മാതിരി അടിക്കാൻ പറ്റുമെങ്കിൽ അടിച്ചാൽ മതി എന്നറിയും. കാരണം ഈ അടിക്കുന്നവർക്കും വലിയ താല്പര്യം ഇല്ല നമ്മള് സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാർ ഇടുന്നതോ ഫുൾ സ്ലീവ് ഇടുന്നതോ ഒന്നും അല്ലേ. അപ്പൊ അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഹാഫിലായ കുട്ടി നന്നാവുക, കുട്ടി ഹിഫ്ള് സെന്ററിൽ പോയിട്ട് അവിടുന്ന് ടീച്ചേഴ്സ് തോരാണ്ട് രാവും പകലും സുബഹിക്കൊക്കെ ഒരു ക്ലാസ് എടുത്ത് കുട്ടീനെ നന്നാക്കുക. വീട്ടിലെത്തിയ കുട്ടി ഉമ്മയും ഏട്ടത്തിയും ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ കുട്ടി എന്താ വിചാരിക്കുക? ഞാൻ പറഞ്ഞില്ല, അപ്പോഴാണ് കുട്ടികൾ ഐഡന്റിറ്റി ക്രൈസിസ് ആവുന്നത്. അപ്പൊ അവര് നന്നാവണമെന്ന് പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ ആദ്യം നന്നായി കാട്ടിക്കൊടുക്കണം. നമ്മൾ സത്യസന്ധമായി പെരുമാറണം. നമ്മൾ വീട്ടിൽ വരുന്നവരുടെ മാന്യമായിട്ട് പെരുമാറണം. മാന്യത എന്ന് പറഞ്ഞാൽ ആണുങ്ങളോടാണെങ്കിൽ വല്ലാണ്ട് കൊഞ്ചിക്കൊഴയരുത്. പാവപ്പെട്ട പെണ്ണുങ്ങളും കാര്യങ്ങളൊക്കെ വന്നാൽ അവർ അതേ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റുകയും കൊടുക്കണം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സോഴ്സസ് കാണിച്ചു കൊടുക്കണം അല്ലെ. അതുപോലെ പിന്നെ ആരെങ്കിലും വീട്ടിനകത്ത് ഉണ്ടായിട്ട് ഞാൻ ഇവിടെ ഇല്ല മോളെ എന്ന് പറയില്ല. അങ്ങനെ പല ലേഖന കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ 1000 റുപ്യ വേണ്ട സ്ഥാനത്ത് 2000 റുപ്യ വാങ്ങുക അല്ലെ. കുട്ടിയായിരിക്കാം ഇതൊക്കെ തന്നെ ആയിരിക്കും. ഞാനിനിയിപ്പോ കോളേജിൽ പോ അല്ലെങ്കിൽ പൈസ ഇങ്ങനെ വാങ്ങിപ്പോവാം അല്ല അങ്ങനെ വാങ്ങുന്നില്ലേ. അങ്ങനെ കുട്ടികൾക്ക് തോന്നി തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ആദ്യം ഇസ്ലാമികത നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം, വീട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കണം എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അവരോട് നിങ്ങൾ നന്നാവ് എന്ന് പറയും, പക്ഷെ നമ്മളാണെങ്കിലോ വളരെ മോശമായിരിക്കും. അങ്ങനെ പിന്നെ തുൻതഹുൽ ബഹീമത്തുൽ ജമാ അതായത് ഒരു പൂർണ്ണമായ ആരോഗ്യമുള്ള പിന്നെ മൃഗം പൂർണ്ണമായ ആരോഗ്യമുള്ള കുഞ്ഞിനെ ജനിപ്പിക്കുന്നു. അപ്പൊ നല്ല സ്വാലിഹായ മാതാപിതാക്കളുടെ കുട്ടികളും ഒരൊട്ടകക്കുട്ടി ഒട്ടകത്തെ പോലെ, കുതിരക്കുട്ടി കുതിരയെ പോലെ, പശുവിൻ കിടാവ് പശുവിനെ പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ പാരന്റ്സ് എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും കുട്ടികൾ. അതുപോലെ ക്ഷമ കാണിക്കേണ്ട അവസരത്തിൽ ക്ഷമ കാണിക്കാൻ വേണ്ടി, അതേസമയം നമ്മൾ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുകയോ പറയേണ്ട ആവശ്യമുള്ള ഘട്ടങ്ങൾ ഉണ്ടാവും അല്ലെ. പലയിടത്തും ക്ഷമ പരീക്ഷിച്ചാലും ചില സമയത്ത് നമ്മൾ അങ്ങനെ പറയേണ്ട ഒരു ഘട്ടം ഉണ്ടാകും. ആ ഘട്ടത്തിൽ അതിനനുസരിച്ച് സംസാരിക്കാനും കൂടി പറഞ്ഞു കൊടുക്കണം അല്ലെ. അങ്ങനെ ഈ വെറും ക്ഷമ പറഞ്ഞ് ക്ഷമ കഴിഞ്ഞ് സഹനം കഴിഞ്ഞ് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ലേഡീസും ഒരുപാട് ഓഫീസുകളിൽ നിന്നൊക്കെ മാനേജേഴ്സിന്റെ അടുത്തു നിന്നൊക്കെ ഇൻസൾട്ടിങ് ഏറ്റുവാങ്ങുന്ന പിന്നെ ആണുങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അവിടെ എല്ലായിടത്തും ഒന്നും ക്ഷമിക്കേണ്ട ആവശ്യമില്ല. ക്ഷമ വേണ്ടാതെ നമ്മൾ മറുപടി പറയേണ്ട ഘട്ടങ്ങളിൽ പറയാനും കൂടെ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പാഠമാണ് മക്കളെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് അല്ലെ. ഇപ്പൊ നമ്മളെ കുട്ടി സുബഹിക്ക് കിടന്നുറങ്ങുകയാണെങ്കിൽ അതിനേക്കാൾ ദാലിക്കും പറ്റും ഹൈറുലൊക്കെ എന്താണ് സുബഹി നമസ്കരിക്കുന്നതായിരിക്കും അല്ലെ. അസ്സലാത്തു ഹൈറും മിനന്നൗം എന്നാണ് മൗലവി പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ ആ സമയത്ത് നമസ്കരിക്കാൻ പോകുന്നതാണ് ഹൈറ് അല്ലെ. അതെന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാനുള്ള ഒരു ഗഡ്സ് വേണം. അതല്ലാണ്ട് അവനെ ഉറങ്ങിക്കോട്ടെ, അവനെ ഉറങ്ങുന്ന പാവല്ലേ എന്നല്ല രാത്രി വന്ന് കണ്ട. അവിടെ ഈ സുബഹി നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എക്സ്ക്യൂസും ഇല്ല എന്ന് വേണം പറയാൻ.
പിന്നെ നമ്മൾ പറയുന്നതല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ കുട്ടിയൊക്കെ മനസ്സിലാവും കേട്ടോ. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതെന്നും പല സ്ഥലത്തും കണക്കുകൾ പറയുമ്പോ കള്ളക്കണക്ക് പറയും, പല സ്ഥലത്തും ചെയ്യേണ്ട നിസ്കരിക്കാൻ പറയുമ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് തോന്നുമ്പൊക്കെ വർത്താനം പറഞ്ഞിരുന്നു, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തോന്നുമ്പോ നമസ്കരിക്കും, സുന്നത്ത് നോമ്പ് ഒഴിവാക്കും. അങ്ങനെയൊക്കെ കാണുമ്പോ മക്കളെ ആയിരിക്കാം അതിലൊക്കെ അത്ര വലിയ കാര്യമൊന്നും ഇല്ല, ഉമ്മ പറയല്ലാണ്ട് ഉമ്മ ചെയ്യുന്നില്ല ഉപ്പ ചെയ്യുന്നില്ല എന്നുള്ള തോന്നലുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ നന്നാക്കുക, എന്നിട്ട് മക്കളെ നന്നാക്കാൻ ശ്രമിക്കുക. പിന്നെ മൂന്നാമതായിട്ട് മക്കൾക്ക് ശക്തമായ തർബിയത്ത് ഉണ്ടായിരിക്കണം. ക്ഷമയോടെ ഓരോ കാര്യങ്ങളും ക്ഷമയോടെ സഹനത്തോടെ ചെയ്യുന്നത് അങ്ങനെയും ചെയ്യണം. അതേസമയം ക്ഷമയും സഹനവും വിടേണ്ട അവസരങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പൊ ഒരു ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ IT പ്രൈവറ്റ് സെക്ടറിലൊക്കെ എന്ന് വെച്ചാൽ കല്യാണം കഴിയാത്ത ലേഡീസും ആൺകുട്ടികളെയൊക്കെ വെച്ചാൽ അവർ ഒരുപാട് വർക്ക് ചെയ്യിപ്പിക്കും. രാത്രി 11 12 അവരെ പ്രോബ്ലം സൊല്യൂഷൻ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഇരുത്തും. 8 മണി വരെ ആയിരിക്കും അവരുടെ ഓഫീസ് ടൈം, പക്ഷെ അവര് പിന്നെ ഇരുത്തും. അപ്പൊ കൃത്യമായിട്ട് അവിടെ പറയണം, ഞാൻ ഇത്ര സമയത്ത് എനിക്ക് പോകണം, എന്റെ കുട്ടി വീട്ടിലുണ്ടല്ല, എന്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ട്, എനിക്ക് പോയിട്ട് നിസ്കരിക്കാനുണ്ട്, ഇതാണ് സമയം, ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഇറക്കണമെങ്കിൽ എന്താക്കണം, ഓവർ ഡ്യൂട്ടിക്കുള്ള സാലറി വാങ്ങണം അല്ലെ. അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റണം ഏതൊരു മേലുദ്യോഗസ്ഥനോടാണെങ്കിൽ. അപ്പൊ നമ്മൾ ചത്ത് പണിയെടുത്ത് ഇപ്പൊ ഈ അടുത്ത ദിവസമല്ല കഴിഞ്ഞ കൊല്ലത്തെ ഏതൊരു കോർപ്പറേറ്റ് ഓഫീസിലൊരു എഞ്ചിനീയർ കുട്ടി പിന്നെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് മരിച്ചു പോയത് ഭയങ്കര വൈറലായ വിഷയമായിരുന്നല്ലോ അല്ലെ. അപ്പൊ അവിടെയൊക്കെ ക്ഷമ ആണെന്നും വിചാരിച്ചിട്ട് അവര് നേരം വെളുപ്പോളും ഇരിക്കാൻ പറഞ്ഞ നേരം വെളുപ്പോളും ഓടുന്ന ക്യാബ് ഉണ്ടാവും, വണ്ടി ഉണ്ടാവും വീട്ടിൽ ആക്കി കൊടുക്കാൻ. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അത്രയും സമയമൊന്നും നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ വിട്ടു പറയാനുള്ള ഒരു ബോധം നമ്മളെ കുട്ടികളിൽ പിന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഉത്തരവാദിത്ത ബോധം അല്ലെ. ജോലി ചെയ്യണം, ജോലി ആത്മാർത്ഥ 100% ആയിരിക്കണം, ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കണം, ആളുകളെ ഇഷ്ടപ്പെടണം, ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കണം. ബട്ട് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറയുകയും വേണം. പിന്നെ 1-2 ദിവസങ്ങൾ കൊണ്ട് നൽകേണ്ടതും തെർബിയത്ത്, അത് സ്ഥിരമായിട്ട് കൊടുക്കേണ്ട ഒരു വസ്തുവല്ല തെർബിയത്ത് എന്ന് പറയുന്നത്. അതായത് നല്ല സ്വഭാവം, നല്ല കാര്യങ്ങൾ നമ്മുടെ കുട്ടി ജീവിതത്തിൽ ഉടനീളം. ഇപ്പൊ ഒരു കുട്ടി അതിന്റെ വല്യമ്മനോട് ചോദിക്കുക, കുട്ടി മോളിലാ പോയി കിടക്കാറ്, 12 വയസ്സായ മോള, ആ കുട്ടി ചോദിക്കും, എല്ലാം ഉമ്മ ഞാൻ പോയി കിടക്കുമ്പോഴും ഉമ്മ ഓതുന്നു നിസ്കരിക്കുന്നൊക്കെ ഉണ്ടാവും, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ 8 മണിക്ക് 7 മണിക്ക് വരുമ്പോഴും ഇഷ്റാഖ് നമസ്കാരത്തിൽ, അപ്പൊ ഉമ്മ രാത്രി ഉറങ്ങലില്ലേ? ആ കുട്ടി ഒരു ഉമ്മയോട് ചോദിച്ച ചോദ്യ. അപ്പൊ ആ കുട്ടി കാണുന്നത് ഉമ്മ ഫുൾ ടൈം, ഉമ്മ രാത്രി ഉറങ്ങുന്നുണ്ട് ഒരു 10 മണി കഴിഞ്ഞ, അപ്പൊ കുട്ടി മോളിൽ പോകുമ്പോ കുട്ടി കാണുന്നില്ല. അച്ഛനും കുട്ടി തിരിച്ചു വരുമ്പോഴും ഉമ്മ അപ്പൊ രാത്രി നിങ്ങൾ ഉറങ്ങാറില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഏറ്റവും നല്ല തെർബിയത്താണ് ആ ഉമ്മ കാട്ടിക്കൊടുക്കുന്നതിൽ. ഉമ്മ കിട്ടുന്ന സമയം മുഴുവനും ഖുർആനിലേക്കും ഹദീസിലേക്കും അങ്ങനെ കണ്ട കാര്യത്തിലേക്കും ഒക്കെ ഇരുന്ന് അത്. അപ്പൊ കുട്ടിയും വിചാരിക്കും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലം കിട്ടും, സ്വർഗം കിട്ടും. അതുപോലെ വീട്ടിൽ എന്തൊരു സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മനോട് ചോദിച്ചു ഉമ്മ പറഞ്ഞ ആ കുട്ടി വീണ്ടും ഒരു ചോദ്യം ചോദിക്കില്ല. കാരണം മറ്റാര് കളവ് പറഞ്ഞാലും ഉമ്മ കളവ് പറയില്ല എന്ന് 12 വയസ്സായ കുട്ടിക്ക് അത്ര വ്യക്തമായ ബോധമുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒറ്റൊരു ദിവസം സത്യം പറഞ്ഞത് കൊണ്ടോ ഒറ്റൊരു ദിവസം നിസ്കരിച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കുട്ടികളിൽ നിന്നും കിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ പതിവായിട്ട് ചെയ്ത് കാട്ടി കൊടുക്കണം. ഏറ്റവും നല്ലത് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്, അല്ലാണ്ട് പറഞ്ഞ് വായി കൊണ്ട് പറയുന്നത് അത്രയും എഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. കുട്ടികൾ നമ്മളെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന, അവര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കോപ്പി ചെയ്ത് അവരെ ലൈഫിൽ പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് സത്യസന്ധമായിട്ട് കാട്ടിക്കൊടുക്കുക തന്നെ വേണം അല്ലെ. നിസ്കരിക്കുന്ന പറഞ്ഞിട്ടായി ഉമ്മ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ അല്ലെ. ഇപ്പൊ 8-7 വയസ്സായ കുട്ടികൾ വരെ ചോദിക്കുമ്പോ നിസ്കാരം ഇല്ലേ. കാരണം ബിക്കോസ് അത് പറയേണ്ട ഘട്ടം വന്നു. കാരണം മെൻസസ് ആയിട്ട് 8 ദിവസം ഉമ്മ നിസ്കരിക്കാണ്ട് നിൽക്കുമ്പോ കുട്ടികൾ കാരണം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാ അമ്മ നിസ്കരിക്കാത്തത്. അപ്പൊ ഉമ്മ സത്യസന്ധമായി പറയും ഉമ്മക്ക് നിസ്കാരം ഇല്ല. അപ്പൊ ആ കുട്ടി ചോദിക്കും ഉമ്മക്ക് നിസ്കാരം ഇല്ലേ. അങ്ങനെ അല്ലെ. പണ്ടെന്നാണ് നമ്മൾ അങ്ങനെ അത്രക്ക് ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞു കൊടുക്കുകയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴെല്ലാം കുട്ടിക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തണം എന്നുള്ള ഇത്. ഇന്നലെ രാവിലെ ഒരു ക്ലാസ് കേട്ടപ്പം ഒരു പണ്ഡിതനെ ക്ലാസ് എടുക്കാൻ വിളിച്ചു. അദ്ദേഹം പോയപ്പോ ഇവിടെ വെറും ലേഡീസ് മാത്രമാണല്ലോ ക്ലാസ്. അപ്പൊ അയാളെ വെച്ചത് എന്ത് പറ്റി, വെറും പെണ്ണുങ്ങളെ മാത്രം ക്ലാസ്, ആണുങ്ങളൊന്നുമില്ല, പാരന്റ്സിനെ വിളിക്കുമ്പോ ആണുങ്ങളെയും കൂടെ വിളിക്കണ്ടേ. അപ്പൊ ഇത് പെണ്ണുങ്ങളെ വിഷയം ആയതുകൊണ്ടാ വിളിച്ചത്. ബിക്കോസ് അവിടെ എന്താ കാരണം എന്ന് വെച്ചാല് ഒരു UKG പഠിക്കുന്ന കുട്ടി LKG പഠിക്കുന്ന കുട്ടി
LKG പഠിക്കുന്ന കുട്ടി UKG പഠിക്കുന്ന കുട്ടി LKG പഠിക്കുന്ന കുട്ടീനെ എന്തോ ചെയ്യാൻ പറ്റാത്തത് ചെയ്തു. ഞാൻ പറയുന്നില്ല എന്താണെന്ന്. അപ്പൊ അതിന്റെ കാരണങ്ങളിലേക്ക് ആഴത്തിലേക്ക് വന്നപ്പോ സംഭവം എന്താ വെച്ചാൽ കുട്ടീന്റെ ഉപ്പ വരാൻ ലേറ്റ് ആവും. ഉമ്മ കുറേ ബ്ലൂ ഫിലിംസ് ഇങ്ങനെ കാണും. അങ്ങനെ കണ്ട് 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 കിടക്കും. കുട്ടി കൂടെ കിടക്കുമ്പോ കുട്ടി ഉറങ്ങിയ മാതിരി അഭിനയിക്കും. പിന്നെ അഭിനയിച്ചിട്ട് പിന്നെ ദീർഘമായിട്ട് ശ്വാസം വലിച്ചു വിടും. അപ്പൊ ഉമ്മ പറയും കുട്ടി ഉറങ്ങിയതാ. അങ്ങനെ ഉപ്പ വന്ന് ഉപ്പന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ കുട്ടി ഇതുപോലെ എല്ലാം കണ്ടുകൊണ്ട് ദീർഘമായി ശ്വാസം വലിച്ചു കിടന്നു. കുട്ടിന്റെ വയസ്സ് ആലോചിക്കണം, 5 വയസ്സേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതിനെ ഒരു ബോധവൽക്കരണം എന്നോളം ലേഡീസിനൊക്കെ വിളിച്ചതാണ്. എവിടെ എത്തി കാര്യങ്ങളിലെ. അതുപോലെ ചില പാരന്റ്സിന്റെ ഏറ്റവും വലിയതൊന്നും ഈ വിഷയത്തിൽ പറയേണ്ട കാര്യങ്ങളല്ല, പക്ഷെ എന്നിരുന്നാലും പറഞ്ഞേ മതിയാവും. ചില പാരന്റ്സിന് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഹസ്ബൻഡ് ആവട്ടെ വൈഫാവട്ടെ, കുട്ടികളെ എത്ര വലുതായാലും മാറ്റിക്കിടക്കില്ല. എത്ര വലുതായാലും. ഞാനൊക്കെ 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്റെ കൂടെ കിടത്തൂല. 2 വയസ്സ് കഴിഞ്ഞ അവർക്ക് വകതിരിവായി. അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഡ്രസ് ചെയ്യാനൊന്നും പാടില്ല. പിന്നെ ഈ 8ഉം 9ഉം വയസ്സായ ആൺകുട്ടികളെ ഉമ്മ വെച്ച് അടുപ്പിച്ച് കെട്ടിപ്പിടിച്ച് കിടത്തുന്നതൊന്നും ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച കാര്യങ്ങളല്ല. കാരണം അവരുടെ സെക്ഷൽ ഹോർമോൺസ് ആക്റ്റീവ് ആകും അല്ലെ. ഈ ഉമ്മന്റെ കൂടെ കിടക്കാരും ഉമ്മ ഒരു ലേഡി ആണല്ലോ അല്ലെ. അപ്പൊ അതിനുള്ള ചാൻസസ് ഒന്നും ഉണ്ടാക്കാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ ഈ വിഷയം വന്നത് കൊണ്ട് തന്നെ അവിടെ കുറെ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പിന്നെ നിങ്ങൾ കുട്ടികളെ കൂടെ കിടത്തരുതും, ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ അവരെ മാറ്റി കിടക്കുന്നതിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനാ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സ്ത്രീകൾ പറയുന്ന ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഒരുപാട് പഠിക്കുന്നുണ്ട്. അവർക്ക് നെറ്റിലെല്ലാം അവൈലബിൾ ആണ്. നമ്മളെക്കാൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ അവർ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ വെരി വെരി പുവറാണെന്ന് വേണം പറയാൻ. അപ്പൊ കുട്ടി ഉമ്മന്റെ ഉപ്പന്റെ എന്തൊക്കെയോ കണ്ടു. അത് പരീക്ഷിച്ച് നോക്കാൻ സ്കൂളിലെ ഒരു കുട്ടീനാണ് കുട്ടിക്ക് കിട്ടിയത്. അതിനറിയില്ലാലോ നഴ്സറി ക്ലാസ്സിലെ കുട്ടീനോട് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നത് ഭയങ്കര അപരാധമാണെന്ന് കുട്ടീനൊന്നും പറയാൻ പറ്റൂലാലോ. കുട്ടീനെ ചോദ്യം ചെയ്ത് എത്തി നോക്കുമ്പോ കാരണം ഉമ്മന്റെ മൊബൈൽ ഫോണിലാണ് പിന്നെ അവസാനം എത്തി നിൽക്കുന്നത്. അപ്പൊ അത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കളെ അടുത്ത് വെച്ച് കിടക്കുമ്പോ ഹസ്ബൻഡുമാരുണ്ടെങ്കിൽ അല്ലെ, ഉള്ളവർ ഇല്ലാത്തവർക്കും ഒക്കെ. ഇല്ലാത്തവരാണെങ്കിലും ഒരു 5 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികളെ ഒന്നും നമ്മളെ ബോഡി ടച്ച് ആകുന്ന രീതിയിൽ കിടത്തുകയേ ചെയ്യരുത്. അവരെ മാറ്റി തന്നെ വേറെ ബെഡിലോ താഴെയോ അല്ലെങ്കിൽ സോഫയിലോ എവിടെയെങ്കിലും കിടത്തല്ലാണ്ട് ഉമ്മന്റെയും അനിയത്തിമാരെയും ഒന്നും കൂടെ കിടത്തരുത്. അത് കാരണം സെക്ഷൽ ഹോർമോൺസ് ഒക്കെ നേരത്തെ തന്നെ ആക്റ്റീവ് ആകുന്നുണ്ട്. പണ്ടത്തെ പോലെ മെൻസസ് ആവാനോ 15 തികയാനോ ഒന്നും സമയമില്ല. കാരണം ഒരുപാട് ഹോർമോൺ കുത്തിവെച്ചിട്ടുള്ള ചിക്കനും മറ്റുള്ള ഫുഡൊക്കെ ആണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഇഷ്യൂ ആണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ മക്കൾക്ക് തർബിയത്ത് കൊടുക്കണം. മക്കൾക്ക് വെറും ഇൽമ പറഞ്ഞു കൊടുത്താലും പോരാ, നമ്മൾ മാതൃക കാട്ടിക്കൊടുക്കണം. നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള സ്വകാര്യതകൾ എപ്പോഴും സ്വകാര്യതകൾ തന്നെ ആയിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, 3 സമയത്ത് സ്വന്തം കുട്ടികൾ പോലും ബെഡ്റൂമിന് നോക്ക് ചെയ്തിട്ടല്ലാണ്ട് അകത്ത് കയറരുത് എന്നല്ലേ. സ്വന്തം കുട്ടികൾ പോലും, പിന്നെ മറ്റുള്ളവരെ കഥ പറയണ്ടല്ലോ അല്ലെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചെങ്കിൽ ഇന്ന് ഇത്രയും സോഷ്യൽ മീഡിയകളും ഒരുപാട് വിവരങ്ങളും. ഞാനിപ്പോ ഒരു പുതിയ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ്. അപ്പൊ ആ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്ത് നോക്കുമ്പോ ഗ്രാജുവേറ്റ് ഉള്ളവരും പിന്നെ BEd ഉള്ളവരും നല്ല പഠിപ്പുള്ള ഒരുപാട് ലേഡീസ് ആണ് അതിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട്. അപ്പൊ അവരൊക്കെ കിട്ടിയപ്പോ ഞാനിങ്ങനെ അന്തം വിട്ടുപോയി. അപ്പൊ നോക്കുമ്പോ ഇംഗ്ലീഷ് നമ്മള് പിന്നെ യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ച് പഠിച്ചിട്ടുണ്ടാവും, പിന്നെ എല്ലാം കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ ഏത് സമയം ആക്ച്വലി ലൈഫിലേക്ക് വരുമ്പോ നമ്മളൊരു എയർപോർട്ടിൽ വെച്ചൊരു പിന്നെ ഇമിഗ്രേഷൻ എന്നുണ്ടെങ്കിൽ ചോദിക്കുമ്പോ പറയാൻ, അതല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ ആയിട്ടൊരു ഫോറിനേഴ്സിന് ആരെങ്കിലും കണ്ടാൽ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാല് നമ്മളെ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് വിവരമുണ്ട്. ആക്ച്വലി നമ്മുടെ ലൈഫിൽ ജനറസ്ലി നമ്മൾ ലൈഫിൽ എന്തൊക്കെ അപ്ലൈ ചെയ്യണം, എങ്ങനെ ആക്കണം, നമ്മളെ കുട്ടികളെ എങ്ങനെ. ഇപ്പം തന്നെ ചില ഉമ്മമാരൊക്കെ വീട്ടിൽ ഒരു മകളൊക്കെ ആണെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ഒന്നും ചെയ്യിപ്പില്ല. അതിനെ കുറിച്ചൊരു ക്ലാസ് ഞാൻ ഇൻഷാ അല്ലാഹ് വേറെ വെക്കാം. ചെയ്യിപ്പിക്കില്ല, അങ്ങനെ കുട്ടീനെ വഷളാക്കുന്നുണ്ട്. കുട്ടി എന്നിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകുമ്പോ അതിനൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ. അൺസൈക്കബിൾ ആകുന്നുണ്ട്. ബിക്കോസ് ഉമ്മ അങ്ങനെയാണ് പഠിപ്പിച്ചത്.
കാരണം ഉമ്മ കുട്ടീനെ ഒരു വൈവാഹിക ജീവിതത്തിലേക്കുള്ള രീതിയിൽ മോൾഡ് ചെയ്ത് വിട്ടില്ല. കുട്ടി ഇതിൽ കുറ്റക്കാരിയല്ല കേട്ടോ, ഇതിൽ മാതാപിതാക്കളാണ് കുറ്റക്കാരി. അപ്പം നമ്മള് അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക, തർബിയത്ത് കാട്ടിക്കൊണ്ടേയിരിക്കുക. നരകത്തിൽ നിന്ന് റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത മിൻ ദുരിയത്തി തഖബ്ബൽ ദുആ. നമ്മളെ മക്കളെ നീ നമസ്കാരം എന്നെയും എന്റെ മക്കളെ എന്നെയും പറഞ്ഞിട്ടാണ് കേട്ടോ അതില് മക്കളെ പറയുന്നത്. നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ആകണമേന്ന് ഇങ്ങനെ എപ്പോഴും സദാസമയം അതിനിങ്ങനെ ഫർള് നമസ്കാരത്തിന് കൈ ഉയർത്താനൊന്നും കാത്തു നിൽക്കണ്ട, അതുവാ എപ്പോഴും ചെയ്യുക. പിന്നെ ശരിയായ ഇൽമ് പഠിപ്പിക്കുക, നല്ല മര്യാദകൾ പഠിപ്പിക്കുക. അവർ തെറ്റ് ചെയ്യുമ്പോൾ പാഞ്ഞടിച്ച് രംഗം വഷളാക്കുകയല്ല വേണ്ടത്. അന്നേരം ഒരു സൈലന്റ് മോഡിൽ ഇട്ടിട്ട് അതങ്ങനെ കൈകാര്യം ചെയ്യും. ഇപ്പൊ 2 കുട്ടികൾ അടി കൂടി കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിനെയും പിടിച്ചടിച്ച് ഗുലുമാലാക്കുകയല്ല വേണ്ടത്. അടി കൂടി കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൂൾ ഡൗൺ ആയി കഴിഞ്ഞിട്ട് കുട്ടികളോട് അതിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. ആ സമയം മുതലേ കുട്ടികൾ സ്പോഞ്ച് പോലെ നമ്മളെ ഒപ്പിയെടുക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പൊ അതിലെന്താ ശരി, അത് ശരിയായിരിക്കും. എല്ലാ തെറ്റുകളും നമ്മൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം അവര് ശരിയായിട്ടായിരിക്കും കോപ്പി പേസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾ കാണൊക്കെ ചെയ്യുന്ന അബദ്ധങ്ങളും തെറ്റുകളും ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതും നമ്മുടെ കുട്ടികളെ ലൈഫിൽ കോപ്പി പേസ്റ്റ് ആക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഖുർആൻ ഹിഫ്ള് പഠിക്കുന്ന അങ്ങനെയുള്ള നല്ല നല്ല കുട്ടികളായിട്ട് കമ്പാനിയൻസ് സുഹൃത്തുക്കളായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രവുമല്ല, പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നില്ല. അപ്പൊ പണ്ടൊക്കെ ഇതുപോലെ മക്കളെ ഒലമാക്കളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട്, ഹാഫിലാക്കുവാൻ, ഫിഖ്ഹില് പ്രാവീണ്യം നേടുവാൻ, ഭാഷ പഠിക്കുവാൻ, തഫ്സീർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനൊക്കെ വേണ്ടി മാസങ്ങളോളം വിട്ടുനിന്ന കുട്ടികൾ ഉണ്ടായിരുന്നത്ര. അപ്പോൾ അവർ കുട്ടികളെ യാത്ര അയക്കുന്ന ഇന്നത്തെ പോലത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റിയോ 5 സ്റ്റാർ ഫുഡോ അറേബ്യൻ ഫുഡോ ചൈനീസ് ഫുഡോ ഒന്നും ഉണ്ടായിട്ടൊന്നും അയക്കുന്നത്. വല്ലോ വീടുകളിലൊക്കെ യൂണിവേഴ്സിറ്റിയും കോളേജും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഒന്ന് പറഞ്ഞയച്ചിരുന്ന. അവരെന്താന്ന് വെച്ചാല് നമ്മുടെ കുട്ടികൾ നന്നാവട്ടെ, നാളത്തേക്ക് വേണ്ടി നമുക്ക് ഉപകരിക്കുന്ന മക്കളായി തീരട്ടെ എന്ന് വിചാരിച്ചായിരുന്നു അന്നൊക്കെ പേരൻസ് വിട്ടിരുന്നല്ലേ. പക്ഷെ നമ്മളിപ്പം വിടുന്ന അങ്ങോട്ട് നമ്മള് BTech MBBS അങ്ങനെ കണ്ട ഭൗതികമായ അതൊന്നും എടുക്കണ്ടെന്നല്ല, അത് എടുത്തിട്ട് തന്നെ അതിനോടൊപ്പം തന്നെ ഈ ഇസ്ലാഹി ജീവിത ടോപ്പിക്കിൽ ക്ലാസ് എടുത്ത് നടക്കുന്ന അനവധി പ്രൊഫഷണൽ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കില്ലേ. അപ്പൊ അങ്ങനെ അതെടുക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഇതും കൂടെ ചെയ്യുന്ന രീതിയിലേക്കായി മാറണേന്ന് എന്നറിയുന്ന ഒരു ലേഡി ഞാനായിട്ട് ഭയങ്കര ഫ്രണ്ട്. അവര് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ അവരുടെ മകൻ ഇപ്പൊ BJP ചായയിലാണ്, നിസ്കരിക്കാൻ മടിയാണ്, ഓതും നിസ്കരിക്കും, ഇമാമക്കായി നിന്ന മോനാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു ചേഞ്ച് വന്നു എന്ന് പറഞ്ഞ എന്നോട് എപ്പോഴും ഞാൻ ഇപ്പോഴും ദുആ ചെയ്യുന്ന ആ മകനെ അള്ളാഹു നന്നാക്കി കൊടുക്കണേന്ന്. അതുപോലെ നമ്മളെ മക്കൾക്കും ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇന്നാതിൽ അബദ്ധങ്ങളൊന്നും പറ്റിക്കൂടായികയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. പിന്നെ ആധുനിക മാധ്യമങ്ങൾ, ആപ്ലിക്കേഷനുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ പണ്ടത്തെ പോലെയല്ല. നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് പഠിക്കുവാനില്ലേ. പണ്ടത്തെ പോലെ ഏതോ നാട്ടിൽ പോയി പിന്നെ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെയും പോകാം. മദീന യൂണിവേഴ്സിറ്റിയിലും സൗദി യൂണിവേഴ്സിറ്റിയിലും ഖത്തറിലൊക്കെ പോകാൻ. അതും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പോലും എല്ലാം ഓൺലൈൻ സംവിധാനങ്ങൾ ഇഷ്ടംമാതിരി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്യുകയും കുട്ടികളെ അത്തരത്തിലുള്ള ഒരു മാനസിക ഇതിലേക്ക് നമ്മൾ വഴി നടത്തുകയും വേണം. കുട്ടികളെ ഫ്രണ്ട്സ് ഏത് രീതിയിലുള്ള ഫ്രണ്ട്സ് ആണെന്നും നോക്കണം അല്ലെ. ഫ്രണ്ട്സ് നന്നാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം അല്ലെ. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഏറ്റവും കട്ടച്ചങ്കുകളായ ഫ്രണ്ട്സിനൊന്നും പിന്നെ പറിച്ച് ഒഴിവാക്കാൻ പറഞ്ഞാലൊന്നും അവര് കൂട്ടാക്കില്ല. പക്ഷെ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹുവേ ഈ വിഷയം നീ കൈകാര്യം ചെയ്യണേ അള്ളാഹ്, എനിക്കിതിലൊന്നും ചെയ്യാനില്ല. ഏറ്റവും നല്ല സുഹൃത്തുക്കളിലേക്ക് എന്റെ മകനെ അടുപ്പിക്കണമേ റബ്ബേ. ഏറ്റവും നല്ല ഫ്രണ്ട്സിനെ കൊണ്ട് അവൻ ധന്യനാണ് റബ്ബേ. അവരുടെ നല്ല കർമ്മങ്ങൾ ഇവന്റെ നല്ല കർമ്മങ്ങൾ അവരിലും സ്വാധീനം ചെലുത്തണമേ റബ്ബേ എന്നൊക്കെ ദുആ ചെയ്യണം അല്ലെ. ദുആകള്
അദ്ദുആ ഹുവൽ ഇബാദ എന്ന് പറയുന്നത്, ദുആ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. നമ്മൾ നിസ്കരിച്ചാൽ കിട്ടുന്ന പോലെ, നോമ്പടിച്ചാൽ കിട്ടുന്ന പോലെ കൂടി നമുക്ക് സ്ഥിരമായിട്ട് കിട്ടും. നമ്മളെ ആയിരിക്കും ദുആ ചെയ്തിട്ട് ഇപ്പൊ എന്താണ്, അത് ദുആ ചെയ്താൽ അള്ളാഹ് കേട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ എന്തൊക്കെയോ ഡൗട്ട്സ് ആണ് അല്ലേ. അള്ളാഹു എല്ലാം ഇന്നക്കാലത്തെ സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ റബ്ബേ നീ എന്നൊരൊറ്റ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ലജ്ജയാണ് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് തന്നിട്ടില്ലേ. പിന്നെ കുട്ടികളിലൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ, മിസ്റ്റേക്സ് കണ്ടു കഴിഞ്ഞാൽ അപ്പഴത്തോ പിടിച്ചോ വടിയെന്ന് അറിയലല്ല, അതൊക്കെ സാവധാനം പ്യുവറായിട്ട് കേട്ട് മനസ്സിലാക്കി, അത് ആണുങ്ങളോട് പോലും പറയാണ്ട് പിന്നീട് അവരെ വിളിച്ച് അതിന്റെ സത്യാവസ്ഥ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കണം. അപ്പൊ നമ്മുടെ കുട്ടി ഒരു കഞ്ചാവ് കാരിയറായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു, അതല്ല കാത്ത് രക്ഷിക്കട്ടെ. കേൾക്കുന്നില്ല ഇപ്പോഴോ? അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് അവനെ കൂളായിട്ട് വിളിച്ചിട്ട്, നീ എങ്ങനെ മോനെ നീ കാരിയറായി, നീ എന്തിനു വേണ്ടി കാരിയറായി, നിനക്ക് എവിടുന്നാണ് ഇതിനുള്ള സോഴ്സസ് കിട്ടിയത്, ഇനി കണക്ഷൻ എവിടുന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ച കുട്ടി എല്ലാം പറയും. അങ്ങനെ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവര് ബാക്കി അതിന്റെ കാര്യങ്ങൾ അവരേറ്റോളം, അതൊക്കെ അവരൊക്കെ അതിന്റെ എക്സ്പേർട്സ് ആണല്ലോ. അതുപോലെ തന്നെ 13-14 വയസ്സിലുള്ള ലവ് അഫയേഴ്സ്, കല്യാണത്തിന്റെ ലവ്, അതൊക്കെ നമുക്ക് പൊളിക്കാൻ പറ്റും. 20 വയസ്സിന് മുമ്പുള്ള ലവ് അഫയേഴ്സ് ഒക്കെ പൊളിക്കാൻ പറ്റും എന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്പോഴത്തേക്കും കേൾക്കുമ്പോഴത്തേന് അടിച്ചോ പിടിച്ചോ വടി, ഫോൺ ഒളിപ്പിച്ചക്കല്, സ്കൂളിൽ പോയി നിർത്തൽ, അങ്ങനെ ഒന്നുമില്ല വേണ്ടത്. അതിന് എക്സ്പേർട്സിന്റെ പിന്നെ ഒപ്പീനിയൻ ആരായുക, അത് തന്നെ ഏറ്റവും നല്ല പ്രതിവിധി. ഏറ്റവും നല്ല ഡോക്ടറെ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കണ്ടുപിടിച്ചിട്ട് അവരായിട്ട് ഡിസ്കസ് ചെയ്ത ശേഷം മാത്രം കുട്ടീനായിട്ട് പിന്നെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് അറിഞ്ഞ പാട് തന്നെ അടി പിടി ഗുലുമാലൊന്നും ആക്കരുത്. കാരണം അത് രംഗം വഷളാകുവാനും കുട്ടിക്ക് അവനോടെ കൂടെ തന്നെ ജീവിക്കണമെന്ന് ഒരു വാശി തോന്നുവാനും കാരണമാകും. കാരണം നമ്മള് മാതാക്കളാണ് പിതാക്കളെക്കാൾ മുമ്പിൽ നടക്കുന്നവനാണ്. കുട്ടിയുടെ ആദ്യത്തെ മദ്രസ പറയുന്ന അൽ ഉമ്മു ആണ് അല്ലെ. ഏറ്റവും ആദ്യത്തെ മദ്രസ അവന്റെ ഉമ്മയാണ് എന്ന് വേണം പറയാൻ. നമുക്കറിയാം ഈ മൂസ അലൈഹി വസ്സലാത്തു വസ്സലാം ഒരിക്കല് പിന്നെ മറ്റേ അവിടെ വെച്ചിട്ട് എന്ത് പർവ്വതം, സിനാ പർവ്വത താഴ്വരയിൽ വെച്ച് കാല് തട്ടി വീഴാൻ പോയപ്പോ, സിനാ പർവ്വത താഴ്വരയിൽ കാല് തട്ടി വീഴാൻ പോയപ്പം പറയുന്നുണ്ട്, മൂസാ നിന്നെ രക്ഷിച്ച നിന്റെ ഉമ്മയില്ല നിനക്ക് ദുആ ചെയ്യുവാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഉമ്മ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പവർഫുൾ വെപ്പണ. മക്കൾ എവിടെ പോയാലും ഉമ്മ ദുആ ചെയ്തുകൊണ്ടേ നിൽക്കൂലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മാന്റെ ദുആ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഉമ്മാനെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ മാതാപിതാക്കള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കേട്ടു, ഒരു പിതാവാകണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്ന് കല്യാണം കഴിച്ചാൽ മതി. പക്ഷെ രക്ഷിതാവാകണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ല. കുട്ടികൾക്ക് അധ്വാനിച്ച് കൊണ്ടുപോയി കൊടുക്കണം, ഭക്ഷണം നൽകണം, വസ്ത്രം വാങ്ങണം, സ്കൂളിലെ ഫീസ് അടക്കണം, അവരെ സന്മാർഗത്തിലേക്ക് നയിക്കണം. ഇങ്ങനെ ഒരുപാട് ഒട്ടനവധി കടമ്പകളുണ്ട് ഒരു രക്ഷിതാവ്. ഒരു ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ രക്ഷിതാവാകണമെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് കയ്യിലെങ്കിൽ പോയാൽ നമുക്കൊന്നും ഇല്ലാന്നുള്ള രീതിയിൽ നടക്കുന്നത് കൊണ്ടാണ് കള്ളക്കടത്തിലും കഞ്ചാവിലും മറ്റുള്ള പല 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 പോയ്സൺസ് ആയിട്ടുള്ള കാര്യങ്ങളിലും നമ്മളെ മക്കളൊക്കെ ഏർപ്പെട്ടു പോകുന്നതിലെ. നമുക്ക് 1 or 2 ഉണ്ടാണെങ്കിൽ ആ മക്കളെ ഭംഗിയായിട്ട് പോറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അല്ലെ. ഉള്ളത് കൊണ്ട് റാഹത്തായിട്ട് പോറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അല്ലെ. പിന്നെ നമ്മുടെ കുട്ടികളെ നമ്മള് പിന്നെ ദുനിയവിയായ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, പക്ഷെ നാളെ ആഖിറത്തിലേക്കുള്ള കാര്യങ്ങളും കൂടെ അതോടൊപ്പം ചേർത്ത് നല്ല മൂഡിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ പ്രവാചകന്മാർ, മഹാന്മാർ, അവരുടെ കഥ തന്നെ എൻ്റെ അറിയുന്ന ചില ഫ്രണ്ട്സ് കാണാം. അവരൊക്കെ വീട്ടില് ഒരു ഹദീസ് ക്ലാസ് എന്നും പറഞ്ഞൊരു ക്ലാസ് വെക്കും. ഉപ്പയും ഉമ്മയും മക്കളൊക്കെ ഇരുന്നിട്ട്, എന്നിട്ട് അവരെ ഹദീസിന്റെ വിഷയങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നൊക്കെ. എനിക്കും പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ക്ലാസ്. ഏറ്റവും നല്ല ഒരു എഫക്റ്റീവ് ആയിരിക്കും. കാരണം അങ്ങനെയൊക്കെ പല ഇപ്പൊ ഞാൻ തന്നെ ഈ ബുക്ക് എഴുതിയിട്ടൊന്നും ഞാൻ എവിടെയും പുറത്തു കൊണ്ടുപോയിട്ടൊന്നുമില്ല. അപ്പൊ ഒരിക്കല് ഉഖബത്ത് ബിൻ നൗഫൽ ഏതോ ഒരു സഹാബി ഒരു കുതിരപ്പുറത്ത് വന്ന് സൗദിന്റെ കടൽ തീരത്ത് വന്നിട്ട്, കടലെ ഇത് കടലായിരുന്നില്ലെങ്കിൽ ഞാൻ ഇത് മുറിച്ച് ഈ ഒട്ടകപ്പുറത്ത് നടന്ന് എവിടെയോ പോയി ദഅവ നടത്തുമായിരുന്നു. കാരണം 2 ലക്ഷത്തിനോടടുത്ത് സ്വഹാബാക്കൾ ഉണ്ടായിരുന്ന മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച ശേഷം അവിടെ
കബറ് മറമാടിയിട്ടുള്ള കേവലം 10,000 വളരെ ചുരുങ്ങിയ ആളുകളെ അവിടെ മരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അവരൊക്കെ ദഅവ നടത്തിയിട്ട് അവിടെ കിടന്നിട്ടാ മരിച്ചത്. ആ ഒരൊറ്റ ഹദീസ് കാരണമാണ് ഞാനിങ്ങനെ എത്ര വയ്യെങ്കിലും എന്റെ ബുക്കായിട്ട് പോകാനും ക്ലാസ് എടുക്കാനും ഒക്കെ തുടങ്ങിയത്. അതുപോലെ നമ്മളെ മക്കൾക്ക് ഇങ്ങനെ കൂട്ടായിട്ട് നമ്മൾ ഇരുന്ന് പിന്നെ ഒരു ഹദീസ് ക്ലാസ് ഒക്കെ വെച്ച് അതിന്റെ അഭിപ്രായങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിച്ച് അങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി വന്നു കഴിഞ്ഞ കുട്ടികൾ വിചാരിക്കാം ഇങ്ങനെയൊക്കെ ഓരോ സഹാബിമാരും നമ്മളെ പിന്നെ ബിലാൽ റളിയല്ലാഹു, സുമയ്യ റളിയല്ലാഹു അൻഹ ഇവരൊക്കെ അനുഭവിച്ച പീഡനങ്ങളും കഥകളൊക്കെ കേട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇസ്ലാമിന് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വരുവാനും ഇസ്ലാമികതയോട് അധികം ഒരു സ്നേഹം ഉണ്ടാവാനൊക്കെ കാണിക്കും. അടുത്ത ദിവസമല്ല, കുറച്ചു മുമ്പ് ഞാനൊരു വീട്ടിൽ ഇതുപോലെ യാദൃശികമായി ദഅവ പ്രവർത്തനമായിട്ട് പോയപ്പോ രാത്രി തങ്ങാനിടയായി. അപ്പൊ അവിടെ രാത്രി നിന്നപ്പോ നേരം വെളുത്തണിച്ചപ്പോ ഫുള്ള് മുസാഫ് എടുത്ത് അവിടുത്തെ ഗൃഹനായിക വന്നു. കുട്ടികളും മക്കളും മോളെ കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാരും ഇരുന്ന് സത്യം പറഞ്ഞാൽ നമ്മള് മരിച്ചെടുത്തില്ലേ അവനെ കണ്ടിട്ടുള്ളൂ. ഒന്നിച്ചിരുന്ന് ഓതുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ അന്തം വിട്ടുപോയി. ഭയങ്കര ഓത്ത്, മുഖരിതമായ ഓത്ത് അല്ലെ. ആകാശത്ത് നോക്കുന്ന നക്ഷത്രങ്ങള് അവര് പിന്നെ ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന വീട് ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നാ പറയുന്നത്. എന്താ ഓതല്! എല്ലാരും ഇരുന്ന് കാലിച്ചായും കുടിച്ച് സ്വബീസ്കരിച്ച് പള്ളിയിൽ വന്നിട്ട് ഓതുന്നു. അവിടെ കുട്ടികൾ ഹാഫിളൊക്കെ അതും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നല്ല നല്ല ശീലങ്ങളൊക്കെ നമുക്കൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വളർത്താൻ വേണ്ടി ശ്രമിക്കണം അല്ലേ. കാരണം ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വരുത്ത് വലിയ ബുദ്ധിമുട്ടാ. വേറെ എന്തെങ്കിലും സിനിമയോ ടിവിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നടപ്പിൽ വരും. പക്ഷെ അങ്ങനത്തെ നല്ല കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്ത് നമ്മൾ എങ്ങനെ ദുആ ചെയ്താലും തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ കേട്ടിക്കണല്ലോ അല്ലെ. നൂഹ് നബി അലൈഹി ഇസ്ലാം പിന്നെ കപ്പലുണ്ടാക്കിയിട്ട് മകന് ഉള്ള രീതിയിലൊക്കെ ദാവത്ത് നടത്തിയിട്ടും അവൻ ഒരു തരത്തിലും ഒരമ്പും വില്ലിനോടും അടുക്കാനില്ല അല്ലെ. അങ്ങനെ അവസാനം എൻസില് തബാറക്കല്ലാഹു തആല, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇറക്കിയതാണ് മോനെ, നീ ഇത് സ്വീകരിക്കും മോനെ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു തരത്തിലും അവൻ പിന്നെ കേറുന്നില്ല. അപ്പോൾ അവസാനമായിട്ട് കപ്പലുണ്ടാക്കിയിട്ട് നൂഹ് നബി പറയുന്നുണ്ട്, മോനെ എന്റെ കൂടെ ഞാൻ പുനയ്യ. അന്നേരം വിളിക്കുന്നത് യാ പുനയ്യ, വല്ലാത്ത ക്ഷമ തന്നെ അല്ലേ. അന്നേരം ആരാ മോനെ? അത്രയും കാലം 950 വർഷക്കാലം ദഅവത്ത് നടത്തിയിട്ടോ വരാത്ത ഭാര്യനെയും മകനെയൊക്കെ ആർക്കാ നമ്മളെന്നാണെങ്കിൽ വിളിക്കൂല അല്ലെ. യാ പുനയ്യ, എന്റെ പൊന്നും മോനെ ഒക്കെ എന്റെ കൂടെ കേറി കാഫറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകല്ല മോനെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓനെന്താ പറയുന്നത്? ഓ, ഞാൻ മലമുകളിൽ കയറി രക്ഷപ്പെട്ടോളെ, എനിക്ക് നിങ്ങളെ കപ്പല. ആൾക്കാരൊക്കെ നൂഹ് പരിഹസിക്കുന്നുണ്ടല്ലോ അല്ലെ. ആ സമയത്ത് അവരങ്ങനെ പറഞ്ഞു. അന്നേരം നൂഹ് നബി മോനോട് പറഞ്ഞു, മോനെ ഒരിക്കലും ഇല്ല മോനെ, ഇല്ലാമൻ റഹിമ റബ്ബി, ഇന്ന് എന്റെ റബ്ബിന്റെ കാരുണ്യമില്ലാത്ത ഒരാളും തന്നെ ഇവിടെ രക്ഷപ്പെടൂല മോനെ. കാരണം രാജ്യം മുങ്ങിപ്പോകുന്ന അത്രക്ക് തീർച്ചയായ വസ്തുതയാണല്ലോ. അങ്ങനെ പറയുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് ഇവൻ കേറാണ്ട് നിന്നപ്പോ നൂഹ് നബി ദ്വാണ്ട്, ഹക്കീമുൽ അലീം, അടിച്ചവനെ നീ യുക്തിമാനും എല്ലാം അറിയുന്നവനുമാണല്ലോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുൻഫിദു ബിനി വതഹ്ഫളു കമാ വഅദ്, നീ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങളുടെ അഹ്ലുകാരെ നീ രക്ഷപ്പെടുത്തു, നീ എന്റെ മോനെ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ദുആ ചെയ്യുന്നുണ്ട്. അപ്പൊ അള്ളാഹു നൂഹ് നബിക്ക് കൊടുത്ത മറുപടി ഉണ്ട്, ഇന്നഹു ലൈസ മിൻ അഹ്ലി, നിന്റെ മോന് നമ്മുടെ അഹലുകാരിൽ പെട്ടവരല്ല നൂഹേ, നീ ഗിവപ്പ്, നീ അവനെ വിട്ടേക്ക്, അവൻ പോട്ടെ, അവൻ മരിക്കട്ടെ എന്നുള്ള രീതിയിലേ. അപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ ഇവനൊക്കെ കപ്പലുണ്ടാക്കുമ്പം പറഞ്ഞ്, ഉണ്ടാക്കി വെള്ളം പൊന്തിയപ്പം പറഞ്ഞ്, അവസാനം മരിക്കാൻ പോകുമ്പോ പറഞ്ഞു, എന്നിട്ടൊന്നും കയറാത്ത മോനെ നമ്മൾ പിന്നെ പറയോ? അപ്പൊ അള്ളാഹിനോട് ചോദിക്കാം, അള്ളാഹു നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ, തുമ്പിനി നീ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടില്ലേ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ നീ രക്ഷിച്ചു കൊള്ളാൻ, എന്റെ മകനെ നീ രക്ഷിക്ക് എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട് അല്ലെ. എന്നിട്ട് പോലും
അപ്പോഴാണ് അള്ളാഹ് പറയുന്നത് ഇന്നഹു ലൈസം മിൻ അഹ്ലി, അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര തന്നെ ദുആ ചെയ്താലും അള്ളാഹു വിചാരിച്ചവനെ അല്ലാണ്ട് സ്വർഗത്തിലാക്കുവാനോ സ്വാലിഹത്താക്കുവാനോ ഒന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ നമ്മൾ വാശി പിടിച്ച് ദുആ, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പന്റെ അബ്ദുൽ മുത്തലിബിന്റെ അബൂ താലിബിന്റെ ഒക്കെ കഥ നമുക്ക് പച്ചവെള്ളം പോലെ അറിയുന്നതാണല്ലോ അല്ലെ റബ്ബേ. അക്കൂട്ടത്തിലൊന്നും നമ്മുടെ മക്കളെ നീ ഉൾപ്പെടുത്തല്ല റബ്ബേ. നമ്മുടെ മക്കള് സ്വാലിഹായ മക്കളായി തീരട്ടെ റബ്ബേ. അല്ലാഹുവേ, ഇഹത്തിലും പരത്തിലും സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരെ നല്ല രീതിയിലുള്ള ജീവിതങ്ങള് നിലനിർത്തി പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കണം റബ്ബ. പിന്നെ 10ാമതായിട്ട് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിസ്കാരം നിലനിർത്താൻ, അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് പറയുന്നത്. അതായത് നിങ്ങൾ മക്കളുടെ മൗഇലത്തൻ ഹസന നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഫഖുല്ലഹും ഖൗലൻ ലയ്യിനൻ, അതായത് പിന്നെ ഫിറഔന്റെ അടുത്തേക്ക് വരെ മൂസാ നബി അലൈഹിസ്സലാമിനെ അയക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഫഖുല്ലഹും ഖൗലൻ ലയ്യിനൻ, നീ അവരോട് വളരെ ലയ്യിനായിട്ട്, വളരെ എന്താ പറയുന്ന ഏറ്റവും സൗമ്യമായ രീതിയിൽ, ഇപ്പൊ ലഅല്ലഹും യതദക്കറൂൻ ഔ യഖ്ശൽ, ചിലപ്പോ അവര് ചിന്തിച്ചെങ്കിലോ അല്ലെങ്കിൽ അവർ ഭയപ്പെട്ടെങ്കിലോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ മക്കളോടും അവർ എത്ര മോശക്കാരാണെങ്കിലും നല്ലവരാണെങ്കിലും ഒക്കെ പറയുമ്പോ വളരെ മാന്യമായിട്ടും കൗലൻ ലയ്യിനായിട്ടും പറയണം. കാരണം അവർക്കത് പിന്നെ കേട്ടാൽ ചെയ്യാൻ തോന്നണം. എന്നോടൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യം, ഇനി അങ്ങനായി പോവുള്ളൂ, ഇനി ഇങ്ങനായി പോവുള്ളൂ, അങ്ങനത്തെ വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, അതായത് വസ്തബിർ അലൈഹ എന്ന് പറഞ്ഞാൽ എന്താ, നീ നിന്റെ കുടുംബത്തെ നമസ്കാരിക്കാൻ ഉപദേശിക്കുക, അല്ലെങ്കിൽ സ്ഥിരത നിലനിർത്തുക. ആ സമയത്ത് അള്ളാഹു പറയുന്നുണ്ട് നീ ക്ഷമിക്കണം, അതായത് ക്ഷമയോടുകൂടി പറയണം അല്ലെ. അല്ലാണ്ട് നമ്മളെ ഒന്ന് രണ്ടും മാറി പറഞ്ഞ് മതിയാക്കുക, അങ്ങനെയല്ല. നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. നിങ്ങളിൽ നിന്ന് ഞാൻ റിസ്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തണമെന്നാണ് പറയുന്നത്. അപ്പം ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഒരു വാഗ്ദാനം, അവർ വാഗ്ദാനത്തിൽ സത്യനിഷ്ഠയുള്ളവരായിരുന്നു. പ്രവാചകന്മാരും റസൂലുമായിരുന്നവൻ തന്റെ കുടുംബത്തെ നമസ്കാരവും സക്കാത്തും ചെയ്യാൻ ഉപദേശിച്ചവൻ. അവൻ തന്റെ പ്രഭുവിന്റെ മുമ്പിൽ പ്രീതികരനായിരുന്നു, അതായത് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രീതിയുള്ളവനുമായിരുന്നു. നമസ്കാരത്തോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത് സക്കാത്താണ് അല്ലെ. നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവനാണ് അഹ്ലുൽ ജന്നത്തിന്റെ ആൾക്കാരാണ്, സ്വർഗത്തിന്റെ ആൾക്കാരാണ് അല്ലെ. അപ്പോ എന്തെല്ലാം കാര്യങ്ങളാന്ന് വെച്ചാല് സ്വലാത്തിന്റെ പ്രാധാന്യം, നമസ്കാരിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് നമസ്കാരത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കുക, കൃത്യമായി നമസ്കരിപ്പിക്കുക. അവര് കുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ വളരെ മൗഇലത്ത് വഅള് നടത്തുമ്പോ അവരെ ഭാഗത്ത് നിന്ന് ഒരു ക്രോസും വരാത്ത, ജിദാല് വരാത്ത, അതായത് തമ്മില് പറഞ്ഞിട്ട് തെറ്റിപ്പോകാത്ത രീതിയിൽ വളരെ സൗമ്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുക. പിന്നെ നല്ല തർബിയത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുക കുട്ടികളെ ലൈഫിലില്ല, ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചാരിറ്റിക്കാർക്ക് ഫുഡും ഭക്ഷണവും സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, പലരോടും വാങ്ങി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാലശേഷം നമ്മുടെ മക്കളും ഇതുപോലെ സാമൂഹികമായിട്ട് നന്മ ചെയ്യുകയും സത്യസന്ധമായി പ്രവർത്തിക്കുകയും സത്യസന്ധമായിട്ട് ബിസിനസ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരുടെയും തന്നെ ആഗ്രഹമാണ് നമ്മുടെ കുട്ടികൾ നന്നാവാന്നുള്ളത്. ഞാനൊരു ചെറിയൊരു കഥ പറയാം. ഒരിക്കലും ഒരു വേശ്യയായ സ്ത്രീ, അവർക്ക് ഭയങ്കര കഷ്ടപ്പാട് കൊണ്ടോ എന്തോ ആണ് അവർ ആ തൊഴിൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ രാത്രി ഇവര് പോകുമ്പോ ഇവരെ 2 കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഡിനെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആരോ ഒരു വയസ്സായ പെണ്ണുങ്ങളെ നിയമിച്ചിട്ടാണ് പോണത്. അങ്ങനെ ഈ കുട്ടികൾ പിന്നെ അതിനെ കൊണ്ടുപോയിട്ട് ഈ പണി എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇത് കാണരുത്, അവരറിയരുത് എന്ന് ഈ സ്ത്രീക്ക് നിർബന്ധം. കുട്ടികളെ വളർത്താൻ വേണ്ടിയാണ് ഇവര് ലൈംഗിക ജോലി ചെയ്യുന്നത്. അങ്ങനെ ആക്കി പോകുന്നത്. അപ്പൊ അവര് പോയി ചെന്ന് നോക്കുമ്പം ഏതോ ഒരു പോലീസ് ഓഫീസറാ വിളിച്ചത്. പോലീസ് ഓഫീസർ വിളിച്ചപ്പോ ചോദിച്ചോളെ, എന്താ സാർ എന്നെ വിളിച്ചത്, സാറിന്റെ ഭാര്യ ഉണ്ടല്ലോ, സാറ് കല്യാണമൊക്കെ കഴിച്ചാ. ഞാൻ കല്യാണമൊക്കെ കഴിച്ചു. അപ്പൊ അവളെവിടെ പോയി എന്ന് ചോദിച്ചു. അന്നേരം സാറ് എടുത്ത വഴി പറഞ്ഞ് എല്ലാ ദിവസവും ഒരേ ചോറും കൂട്ടി കറി കൂട്ടി തിന്നിട്ട് എനിക്ക് മടുത്തു. അപ്പൊ ഭാര്യ മടുത്തു. അപ്പൊ ചുവരിൽ നല്ലൊരു ഫോട്ടോ കണ്ടല്ലോ. അപ്പൊ ചോദിച്ചോലെ ഇതാരാ, ഇതെന്റെ വൈഫാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അയാൾ പണിയും കഴിഞ്ഞ് ഇവർക്ക് പൈസയും കൊടുത്തു പോയി.
അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഈ വേശ്യ എന്ന് പറയുന്ന സ്ത്രീ വേറൊരു സ്ഥലത്ത് പോവാ. വേറൊരു സ്ഥലത്ത് പോകുമ്പോ അപ്പം ആ ഒരു ഹോട്ടൽ, ഏതോ ഒരു ഹോട്ടലിൽ ഇവിടെ വിളിച്ചപ്പോ ഇവര് പോവാ. അപ്പൊ ഉണ്ട് ഈ ഒരു ലേഡി മറവിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പൊ അവർക്ക് ഭയങ്കര ഒരു പരിചയം തോന്നി. അപ്പൊ 2 ദിവസം മുമ്പ് ആ ചുമരിൽ തൂങ്ങിയ പോലീസ് ഓഫീസറെ വൈഫായിരുന്നു അത്ര ഈ സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ വേശ്യായ സ്ത്രീ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇവർക്കൊക്കെ പണമുണ്ട്, പ്രതാപമുണ്ട്, ഐശ്വര്യമുണ്ട്, ദിവസവും ഒരു ചോറ് തന്നെ തിന്നാൽ അവർക്ക് മടുപ്പുണ്ട്. അപ്പൊ അവളെ ഹസ്ബൻഡ് ഈ ലേഡിയെ വിളിച്ചപ്പോൾ ഇവള് വേറെ ഏതോ ഒരു പുരുഷന്റെ കൂടെ ഏതോ ഒരു ഹോട്ടലിൽ വന്ന സീനാണ് ഈ മറ്റേ സ്ത്രീ സിന ചെയ്യുന്ന സ്ത്രീ കാണുന്നത് കേട്ടോ. അപ്പം ആ സ്ത്രീ വിചാരിക്കുക, ഇതിലും എത്ര ബെറ്ററാണ് എനിക്ക് ചോറ് കൂട്ടി മടുത്തിട്ടോ വേറെ വല്ല പുതിയതായ ആശയങ്ങൾക്കോ പുതിയ ആണുങ്ങളെ തെരഞ്ഞിട്ടോ അല്ല ഞാൻ പോണം. ഞാൻ എന്റെ മക്കളെ വളർത്താൻ അവരറിയാത്ത രീതിയിൽ ഈ പെണ്ണുങ്ങൾ രാത്രി ഡ്യൂട്ടിക്ക് നഴ്സ് പോകുമ്പോലെ പോകുന്നത് കുട്ടികൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പൈസ കൊടുത്ത് ശമ്പളത്തിന് ഒരാളെ വെച്ചിട്ടാ പോണത്. അപ്പൊ ഇവരെക്കാൾ എത്ര നല്ലവളാണ് ഞാനെന്ന് ആ സ്ത്രീ ചിന്തിച്ചു എന്ന് അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, നമ്മള് എല്ലാവരും തന്നെ ഈവൻ മുഴുക്കുടിയന്മാരായ പിതാക്കൾ പോലും അവരെ മക്കള് കുടിക്കുന്നു, അവരെ മക്കള് വലിക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് അത്ര ദഹിക്കില്ല. അവരോ അങ്ങനെ ആയിപ്പോയി, ഞാനോ അങ്ങനെ ആയിരിക്കും, ഇതിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ കുട്ടി ഇതുപോലെ ആകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ കാരുണ്യം കൊണ്ട് നമ്മളെ മക്കളെയൊക്കെ നല്ല തൗഹീദുള്ള, ഈമാനുള്ള, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ മക്കളായി തീരട്ടെ. ഇഹത്തിലും പരത്തിലും നമുക്ക്